ഇത്രയും നേരം നമ്മളുടെ ജ്ഞാനാനുസന്ധാന യാത്രയിൽ ആരാണ് ശരിയായ വില്ലൻ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വളരെ രസകരമായ ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെ രസകരമാണ്. നമുക്ക് എല്ലാ സാധ്യതകളുമുണ്ട്, നമുക്ക് എല്ലാ അവസരങ്ങളുമുണ്ട്, എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. എന്നിട്ടും നമ്മൾ വിചാരിച്ചെടുത്ത് എത്തുന്നേയില്ല. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു നാൽക്കൂട്ട പെരുവഴിയിൽ, ഒരു നാലും കൂടിയ വഴിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ആരാണ് പ്രശ്നക്കാരെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഈ ക്രൈം ത്രില്ലർ സിനിമകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആളായിരിക്കും അതിൽ വില്ലൻ അല്ലേ? നായകന്റെ ഏറ്റവും അടുത്ത, നായകന്റെ ഹൃദയം സൂക്ഷിപ്പുകാരനായ ആളായിരിക്കും അതിൽ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഋഷി ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും അഗാധ തലങ്ങളെ കൂടി പഠിച്ചുകൊണ്ടാണ് നമ്മളോട് സംവദിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ യാത്രയിൽ എത്ര നടന്നിട്ടും എത്തുന്നില്ല ലക്ഷ്യത്തിലേക്ക്. വഴി തെറ്റിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏതൊക്കെയോ വഴികളിലൂടെ കയറി, ഏതൊക്കെയോ വഴികളിലെത്തി നാം ഈ കുരുക്കഴിക്കുന്നത് പോലെ, പാമ്പും കോണിയും കളിക്കുന്നത് പോലെ. പാമ്പും കോണി ഒരു നല്ല വേദാന്ത ഗെയിമാണ്. അതൊരു എന്താ, സർപ്പമാണെന്ന് കരുതി രജ്ജു സർപ്പത്തെയൊക്കെ പോലെയുള്ള വേദാന്ത ഗെയിമാണ് പാമ്പും കോണിയും. ജീവിതത്തിന്റെ കോണി കയറി ഒരിടത്തെത്തുമ്പോഴേക്കും അവിടെ ഒരു ഭയപ്പെടുത്തുന്ന പാമ്പ്. വാസ്തവത്തിൽ അത് പാമ്പല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പാമ്പും കോണിയും കളിക്കുമ്പോ ഒക്കെ ഇത് ഒരു ഭാരതത്തിന്റെ ഗെയിം ആണ് കേട്ടോ. ഇത് ഭാരതത്തിന്റെ പ്രാചീനമായ ഒരു സമ്പ്രദായത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കണം ഇത്. എന്തായാലും അങ്ങനെ എത്രയൊക്കെ യാത്ര ചെയ്തിട്ടും ഇനിയും ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ കുരുക്ക് അഴിക്കുന്നത് പോലെ വീണ്ടും 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 നമ്മൾ അതിനുള്ളിലേക്ക് കയറി പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു നാൽക്കൂട്ട പെരുവഴിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെയൊക്കെയോ ഒരു ഗുരു സാന്നിധ്യം, അത് ഭാഗവതമായിട്ടായിരിക്കാം, ഉപനിഷത്തുകളായിട്ടായിരിക്കാം, ഭഗവത്ഗീതയായിട്ടായിരിക്കാം, എങ്ങനെയൊക്കെയോ നമ്മളിലേക്ക് ഒരു ഗുരു സാന്നിധ്യം വന്ന് അണയുന്നത്. ആ ഗുരു സാന്നിധ്യമാണ് ആരാണ് ഈ കഥയിലെ ശരിയായ വില്ലൻ എന്ന് നമ്മെ തിരിച്ചറിയിപ്പിക്കുന്നത്. ഈ നമ്മുടെ ജീവിതമാകുന്ന ഈ ത്രില്ലറിൻ്റെ ഏറ്റവും നിർണായകമായ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ സിനിമയിലെ പോലെ തന്നെ ജീവിതത്തിലെയും ഈ വില്ലനെ തിരിച്ചറിയുന്നത്. ഒരു 100 പേരെ നമ്മൾ സംശയിക്കും അല്ലേ? ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാലത്ത് കണ്ട ഏതെങ്കിലുമൊക്കെ അത്തരം സിനിമകൾ ഓർക്കുക, അയാളായിരിക്കോ ഇയാളായിരിക്കോ അല്ലേ ഒക്കെ സംശയിക്കും. മോഹൻലാലിന്റെ മകന്റെ ഡയസറ സിനിമ ആരെങ്കിലും കണ്ടു? ഇല്ല. അപ്പോൾ ഞാനും കണ്ടു. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു. പേടിയാവണം എന്നൊക്കെ വിചാരിച്ചു പോയി കണ്ട ഒരു സിനിമ. അതുകൊണ്ട് ഞാൻ കഥയൊന്നും പറയില്ല, ഇനി കാണാനുള്ളവരൊക്കെ കണ്ടോളൂ. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് അതിലെ വില്ലൻ. ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളാണ് വില്ലൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. നമ്മെ ഈ വഴി തെറ്റിച്ചുകൊണ്ടിരുന്നത്, നമ്മെ കൂടുതൽ കൂടുതൽ ജീവിതത്തിന്റെ ഭോഗങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനസ്സ് എന്ന കൂട്ടുകാരനാണ്. അതുകൊണ്ടാണ് നാം ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരുന്നത്. എന്നാൽ അയാളെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഏറ്റവും അടുത്ത സഖാവുമാണ്. ഏതു രീതിയിലും നമ്മോടൊപ്പം നമുക്ക് ആത്മജ്ഞാനത്തിന്റെ വഴിയിൽ മുന്നിൽ നടന്നുകൊണ്ട് നമ്മെ സഹായിക്കാൻ പറ്റുന്ന ആളുമാണ് മനസ്സ്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ക്രമപ്പെടുത്തുക, അതിനെ ഒന്ന് ശിക്ഷണം ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് അനുശീലിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശവുമായി നാം രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു അല്ലേ? സെക്കൻഡ് ഹാഫാണ് എപ്പോഴും ഒരു ത്രില്ലറിലെ ഏറ്റവും നല്ല രംഗം. അതുകൊണ്ട് നാം
ആരാണ് പല വളരെ കൗതുകകരമായ സംവിധാനത്തിലൊക്കെ ചെയ്യുന്നത്? ആരാണ് വില്ലൻ എന്ന് ഏകദേശം മനസ്സിലാക്കിക്കൊണ്ട് ഇടവേള കാണിക്കും അല്ലെ. ആരാണ് നമ്മെ ഈ സത്യത്തിൽ നിന്ന് അകറ്റുന്നത് എന്ന് ഏതാണ്ട് നമ്മളുടെ യാത്രയിൽ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് നാം ഇടവേളയ്ക്ക് പോയി. ഇടവേള കഴിഞ്ഞ് അടുത്ത സംവിധായകൻ, പ്രപഞ്ച സംവിധായകന്റെ, ഉപനിഷത്ത് സംവിധായകനായ ഋഷിയുടെ അടുത്ത ദൃശ്യം ആരംഭിക്കുന്നത്, രംഗം ആരംഭിക്കുന്നത് ഈ നമുക്ക് നമ്മെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് തടസ്സം നിൽക്കുന്ന ഈ ആളെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടാണ്. കഴിഞ്ഞ ശ്ലോകം അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മനീഷ കൊണ്ട് ആരാണ് അറിയുന്നത്? മനീഷികൾ അറിയുന്നു. മനീഷ ഉള്ളവനാണ് മനീഷി. ആരറിയുന്നു? മനീഷികൾ അറിയുന്നു. എന്തുകൊണ്ടറിയുന്നു? മനീഷ കൊണ്ട് അറിയുന്നു, ബുദ്ധി കൊണ്ട് അറിയുന്നു അല്ലെ. രണ്ട് രീതിയിലും അതിനെ അന്വയിക്കണം. ആരറിയുന്നു? മനീഷ ഉള്ളവൻ അറിയുന്നു. എന്തുകൊണ്ടറിയുന്നു? മനീഷ കൊണ്ടറിയുന്നു. അപ്പൊ ഈ ബുദ്ധി തന്നെയാണ് നമ്മെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ഉദാഹരണത്തിലൂടെ വളരെ പെട്ടെന്ന് വ്യക്തമാക്കി. ഉപനിഷത്തുകളിലെയും ഭാഗവതത്തിലെയും ആചാര്യസ്വാമികളുടെ കൃതികളിലെയും ഒക്കെ ലൗകിക ഉദാഹരണങ്ങൾ കേവലം ഒരു ലോകത്തിലെ വസ്തുവിനെ കാണിച്ചു തന്നുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുക എന്ന ഭൗതിക അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ഋഷിയുടെ ദർശനം കൂടി അതിലുണ്ട്. ഒരിക്കലും രജ്ജുവിൽ സർപ്പം എന്ന് പറയുന്ന ഉദാഹരണം നാം ലോകത്തിലെ ഒരു വസ്തു കാണിച്ചു തന്നുകൊണ്ട് ലോകോപമ പറയാനായിരുന്നില്ല. ആചാര്യന്മാരുടെ ലൗകിക ദൃഷ്ടാന്തങ്ങളൊക്കെ ഒരു വലിയ തത്വത്തെ, ഭയം എന്ന് പറയുന്ന മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന വികാരത്തെയാണ് സർപ്പം എന്നതുകൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമത് ഒന്നിനെ കാണുമ്പോൾ, അതല്ലാത്തതിനെ കാണുമ്പോൾ, വസ്തുവിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകാതിരിക്കുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. വസ്തു എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ ഭയമുണ്ടാവില്ല, അഭയം. ഇപ്പൊ മനുഷ്യ മനസ്സിന്റെ ഭയം എന്ന അടിസ്ഥാന വികാരത്തെയാണ് സർപ്പം എന്നത് പ്രതിനിധീകരിക്കുന്നത്. മനുഷ്യ മനസ്സിന്റെ മോഹം എന്ന, ഇഷ്ടപ്പെട്ടതിലേക്ക് എടുത്തു ചാടാനുള്ള കൗതുകം എന്നതിനെയാണ് രജതം അല്ലെ, വെള്ളി. മുത്തുച്ചിപ്പിയായിരുന്നു അത്, വെള്ളിയാണ് എന്ന് ധരിച്ചു. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ചോദനകളെയാണ്, മനുഷ്യന്റെ കാമത്തെയും മനുഷ്യന്റെ ഭയത്തെയും ആണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ ഇവിടെ അരണി കടയുക എന്ന ഭാരതത്തിന്റെ വൈദികമായ ക്രിയയെ അതിൻ്റെ ഭൗതികാർത്ഥത്തിലും നമ്മൾ മനസ്സിലാക്കണം. അരണി കടഞ്ഞാൽ അഗ്നി ഉൽപ്പാദിപ്പിക്കപ്പെടും. അഗ്നി ഉണ്ടാവുന്നതല്ല, അഗ്നി ഉള്ളതാണ്. ആ അഗ്നി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലെ, വാക്കതല്ലേ പറയാൻ പറ്റുള്ളൂ, അതിനുള്ളിൽ നിന്നും അഗ്നിയെ സ്വയം സംസ്കരിച്ച് എടുക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ ഉള്ള അഗ്നി സാന്നിധ്യത്തെ ഘർഷണം കൊണ്ട് സംസ്കരിച്ചെടുക്കുന്നത് പോലെ ശിഷ്യന്റെയും ഗുരുവിൻ്റെയും മേധകൾ തമ്മിൽ, ബുദ്ധി തമ്മിൽ, ചിന്തകൾ തമ്മിൽ പരസ്പരം സംവദിച്ച്, പരസ്പരം ആശയങ്ങൾ കൈമാറി, പരസ്പരം ചിന്തകൾ കൈമാറി അവിടെ അറിവിൻ്റെ അഗ്നി ജ്വലിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് മനീഷ കൊണ്ടറിയുന്നു, മനീഷികൾ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രയോഗം കൂടി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ശ്ലോകമാണ്. ഞാൻ ഇഷ്ടത്തോടെ പഠിച്ച ഒരു ശ്ലോകമാണത്. സവൈ മമാശേഷ വിശേഷമായ, ഇങ്ങോട്ട് തന്നെ എടുക്കണം അത്, നിഷേധ നിർവാണ സുഖാനുഭൂതി. സവൈ മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി. സർവനാമാ സച വിശ്വരൂപ പ്രസീദതാം അനിരുക്താത്മശക്തി.
പ്രസീദതാം, ഇതിനെല്ലാത്തിനും ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമുണ്ടല്ലോ. സ്തുതി ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു പ്രസാദിക്കണേ, മഹേശ്വരനെ നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമുണ്ട്. ഇത് അർത്ഥനയല്ല, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അർത്ഥനാ സ്വഭാവവുമില്ല. എനിക്ക് ജ്ഞാനം തരണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർന്നപ്പോ അല്ലേ, അർത്ഥന എത്ര വലിയൊരാശയമായി മാറി. എനിക്ക് പൈസ തരണേ, എനിക്ക് സുഖം തരണേ, എനിക്ക് ഭൗതികമായ പലതും തരണേ 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 എന്നുള്ള പ്രാർത്ഥന നമ്മൾ പലപ്പോഴും സെമിറ്റിക് മതങ്ങളിൽ കാണുന്നുണ്ട് അല്ലേ. എനിക്ക് അന്നു വേണ്ട ആഹാരം തരണേ. പക്ഷെ അതിലൊക്കെ വേദാന്ത തലത്തിൽ ഉന്നതമായ ചിന്തയാണ് കേട്ടോ. അതന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അവിടെ അന്നവസ്ത്രങ്ങൾ എന്ന അർത്ഥനയിൽ നിന്നും തമ്പുരാൻ എന്ന പ്രാർത്ഥനയിലേക്ക് ആരോട് യാചിക്കുന്നു, എന്ത് യാചിക്കുന്നു എന്നത് വലിയ തത്വമാണ്. അന്നവസ്ത്രങ്ങൾ യാചിക്കാൻ തുടങ്ങിയ മനുഷ്യന്റെ മനസ്സിൽ നിന്നും അകവും പുറവും തിങ്ങും മഹിമാവിലേക്ക്, നിത്യസുഖത്തോടുകൂടി നിന്നിൽ തന്നെ വാഴണമെന്ന ഉന്നതമായ തലത്തിലേക്ക് നമ്മളൊക്കെ നമ്മളൊക്കെ ഈശ്വരനോട് ചോദിച്ചു തുടങ്ങുന്നത് അർത്ഥനയിലൂടെയാണ്. ആർത്തനായിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. ഈശ്വരനിലേക്ക് ഒരു മനുഷ്യൻ സാധാരണ നിലയിൽ എത്തിപ്പെടുന്നത് ആർത്തനായിട്ടാണ്. അത് പലതിലുമുള്ള ആർത്തിയാവാം. ഈ ആർത്തനായി എത്തുന്നവനെ ജിജ്ഞാസുവാക്കി ജ്ഞാനിയാക്കി പരിവർത്തിപ്പിക്കുന്ന ഒരു അത്യപൂർവമായ സങ്കേതമുണ്ട് ഭാരതത്തിൽ. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ എൻ്റെ അടുത്തേക്ക് വരൂ, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഭാഗവതത്തിലേക്ക് വരൂ. നിങ്ങൾ സങ്കടം കൊണ്ടോ, നിങ്ങൾ ദുഃഖം കൊണ്ടോ, നിങ്ങൾ ദുരിതം കൊണ്ടോ, നിങ്ങൾ അല്പം മനസമാധാനത്തിന് വേണ്ടിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഈ വഴിക്കൊന്നു വരൂ. ഈ വഴിയിലേക്ക് നിങ്ങൾ വന്നുപെട്ടാൽ ഈ വഴിയിൽ വരുന്നവനെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്തം ഭഗവാൻ ഏറ്റെടുക്കും. അർത്ഥനയോടെ വന്നവനെ അവന്റെ യാചനയെ, അർത്ഥനയാചനയാണ്. എനിക്കത് തരണേ, എനിക്കിത് തരണേ, ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ പോയി അത് തരണേ ഇത് തരണേ എന്ന് യാചിക്കുന്നവനോട് എല്ലാം തന്ന, ഈ പ്രപഞ്ചം മുഴുവനും തന്ന ഈ പരമോദാരശീലന്റെ മുന്നിൽ നാണത്താൽ കാമത്താൽ കൊച്ചു കൈക്കുമ്പിളിത് മലർത്താൻ എനിക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് ഋഷിമാർ നമ്മളെ ഉയർത്തിയിരിക്കും. ആർത്തനായി വരുന്നവനെ ജിജ്ഞാസുവാക്കാൻ, ആർത്തനായി വരുന്നവനെ ജ്ഞാനിയാക്കാനുള്ള ഒരു രീതിശാസ്ത്രം ഭാരതത്തിന്റെ ആധ്യാത്മിക ചിന്താ പദ്ധതിയിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ആർത്തനാണെങ്കിലും നമ്മൾ വിഷമിക്കുക വേണ്ട. നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നിൽക്കുന്നത് ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഏറ്റുപറയുന്ന ആർത്തന്റെ ഘട്ടമായിക്കോട്ടെ, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആർത്തി തീർക്കാൻ നമ്മൾ അവിടെ ഇവിടെയൊന്നും അല്ലല്ലോ പോയത് അല്ലെ. ആർത്തി തീർക്കാൻ നമ്മൾ നിസ്സാരന്മാരുടെ അടുത്തേക്കല്ലല്ലോ പോയത്, കപടശാസ്ത്രങ്ങളിലേക്കല്ലല്ലോ പോയത്, കൂടോത്രത്തിലേക്കല്ലല്ലോ പോയത്. ആർത്തി തീർക്കാൻ നമ്മൾ എത്തിയത് ശരിയായ ഇടത്തേക്ക് തന്നെയാണ്. ആർത്തി തീർക്കാൻ നമ്മൾ എത്തിയത് ജ്ഞാനത്തിന്റെ ഇടത്തിലേക്കാണ്. ആർത്തിയുടെ ഒക്കെ അടിസ്ഥാനം എന്താ? യാചനകളുടെ ഒക്കെ അടിസ്ഥാനം എന്താ? അരക്ഷിതത്വബോധവും ഭയവുമാണ് അല്ലെ. അരക്ഷിതത്വബോധവും കാമവും ഭയവുമാണ് യാചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ സുരക്ഷിതനല്ല എന്ന ആത്മവിശ്വാസക്കുറവ്, ഞാൻ ആരൊക്കെയോ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഭയം, എനിക്ക് അത് വേണം എന്ന കാമം, ഇത് മൂന്നുമാണ് നമ്മെ യാചിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് മൂന്നും കൊണ്ട് പോയാൽ ഭൗതികമായി കിട്ടാവുന്ന പലയിടങ്ങളും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷേ ആർത്തി തീർക്കുവാൻ നമ്മൾ എത്തിയത് ആർത്തിക്ക് പരിഹാരമുണ്ടാക്കുന്നൊരിടത്താണ്. ഭാരതീയ ശാസ്ത്രങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ കാരണത്തെയാണ്
അവിടെ ചികിത്സിക്കുന്നത്. രോഗത്തെ അല്ല ചികിത്സിക്കുന്നത്, രോഗകാരണത്തെ. അതിനെ ചികിത്സിച്ചാൽ ആ രോഗത്തെ സമൂലമില്ലാതാക്കാൻ സാധിക്കും. ആയുർവേദത്തിന്റെ സിദ്ധാന്തം അതാണ്. ചിലപ്പോൾ രോഗി പറയുന്നത് വയറുവേദന എന്നായിരിക്കും, അല്ലെ? നമ്മളൊന്നും അറിയാതെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രശ്നം തലവേദന എന്നായിരിക്കും. പക്ഷേ തലവേദനയുടെ മൂലകാരണം ഇരിക്കുന്നത് എവിടെയാണ് എന്ന് അന്വേഷിച്ച് സാഖ്യശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ സാഖ്യകാരികയില് ദുഃഖത്രയങ്ങൾ ഇല്ലാതാക്കാൻ സാഖ്യം പഠിക്കണം എന്ന് ആദ്യം പറയും. അപ്പോൾ വ്യാഖ്യാതാക്കൾ വളരെ കൗതുകമായിട്ട് ചോദിക്കും, ദുഃഖം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, ഇതേ ഉള്ളൂ ദുഃഖം. ശരീരത്തിന്റെ ദുഃഖം, മനസ്സിന്റെ ദുഃഖം, പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്ന ദുഃഖം. ഇപ്പൊ ശരീരത്തിന് ഒരു തലവേദന വന്നു, ഒരു ഗുളിക കഴിച്ചാൽ മാറാവുന്ന തലവേദനയ്ക്ക് അതിലും ഗൗരവമായ സാഖ്യം പഠിച്ച് ആ തലവേദന കൂട്ടണോ എന്ന് ശിഷ്യൻ ചോദിക്കും ഗുരുവിനോട്. അല്ല, ആരെങ്കിലും വിചാരിക്കോ എന്നാ ഭഗവത്ഗീത വായിച്ചളയാ തലവേദന മാറൂല്ലോ എന്ന് നമ്മൾ വിചാരിക്കില്ല, അല്ലെ? ഒരു മരുന്ന് കഴിച്ചാൽ മാറുന്ന തലവേദനയ്ക്ക്. അപ്പോ ഗുരു പറഞ്ഞത്, ഭാരതീയ ആചാര്യന്മാർ കൊടുക്കുന്ന ഒരു രീതിശാസ്ത്രം, നിങ്ങൾ പറയുന്നത് തലവേദനയായിരിക്കാം, പക്ഷേ യഥാർത്ഥ വൈദ്യനറിയാം തലവേദന എന്ന് പറയുന്നത് നിങ്ങളുടെ വെറും ലക്ഷണം മാത്രമാണ്. നിങ്ങളുടെ ആത്യന്തികമായ പ്രശ്നം എന്താണ് എന്നറിയാവുന്ന ഭവരോഗം മാറ്റുന്ന ഒരു യഥാർത്ഥ വൈദ്യനുണ്ട് ഇവിടെ. ആ വൈദ്യന്റെ അടുത്ത് നമ്മൾ പോയി പറയുന്നത് നമ്മുടെ സാധാരണ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ ആ വൈദ്യൻ തിരിച്ചറിയും ഇയാളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന്. അപ്പൊ കാരണത്തെ ചികിത്സിച്ചാൽ ആ കാരണം കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളത് കൊണ്ട് അർത്ഥനയുടെ അടിസ്ഥാനപരമായ കാരണം ഭയമാണ്, അരക്ഷിതത്വമാണ്, കാമമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയിലേക്കുള്ള യാത്രയാണ് വാസ്തവത്തിൽ ഭാഗവതം തുടങ്ങിയ എല്ലാ ശാസ്ത്രങ്ങളും ആചാര്യന്മാരും നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു എന്നൊരു ഉപസർഗം ചേർന്നപ്പോ ആ അർത്ഥന എന്ന് പറയുന്ന ഒരു യാചനാസ്വരം എത്ര ഉന്നതമായ ഒരു ആശയത്തിലേക്ക് മാറിയെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രാർത്ഥനാ രൂപത്തിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സാധനങ്ങളൊക്കെ എന്റെ സാധിച്ചു തന്ന് എന്നെ കുടുക്കിയിടല്ലേ ഭഗവാനെ. ഞാൻ ചിലപ്പോൾ പറയുന്നത് എൻ്റെ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളൊന്നും തീർത്തു തരണേ, ഒന്ന് മാറ്റിത്തരണേ, ആ പ്രൊമോഷനുള്ള തടസ്സമൊന്നും ഇല്ലാതാക്കി തരണേ, എൻ്റെ സ്ഥാപനത്തിൽ എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അയാളെ ഒന്ന് ഒതുക്കി തരണേ എന്നൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കണം, എൻ്റെ യഥാർത്ഥ പ്രശ്നം അതല്ല. എൻ്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി എൻ്റെ അർത്ഥനകളെ ഞാൻ അർത്ഥിക്കാനേ ശീലിച്ചിട്ടുള്ളൂ. എൻ്റെ അർത്ഥനകളെ പ്രാർത്ഥനകളാക്കി മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥ ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു, ആ ശത്രുവിന് അപാരമായ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു, ആ ശത്രു നന്നായി കൂടെ നിന്നാൽ ഏറ്റവും നല്ല ബന്ധുവാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇനി ആ ശത്രുവിനെ മെരുക്കി കൂടെ കൂട്ടാനുള്ള മാർഗമാണ് ഗുരു പറഞ്ഞു തരുന്നത്. അതിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു മനനവാക്യമാണ്, ഒറ്റ ശ്വാസത്തിൽ ചൊല്ലേണ്ട ഒരു ശ്ലോകം. ഞങ്ങൾ ഈ കുട്ടികളോട് പറയുമ്പോൾ പറയും, ശ്വാസം നിയന്ത്രിക്കാനായിട്ട് ഒരു കപാലഭാതി പ്രാണായാമമൊക്കെ ചെയ്യുന്ന ഫലമുണ്ട്. സംസ്കൃതത്തിലെ വാക്കുകൾ അതിൻ്റെ ഉച്ചാരണ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഉച്ചരിച്ച നിങ്ങൾക്ക് രമേശ് മാഷ് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഏതൊക്കെയാണ് നമ്മുടെ ഉച്ചാരണ സ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ശരിയായ ഉച്ചാരണ സ്ഥാനത്തു നിന്ന് വരുന്ന ഒരു വാക്ക് അത് കൃത്യമായി ഉച്ചരിച്ചാൽ, കൃത്യമായ അർത്ഥബോധത്തോടെ ഉച്ചരിച്ചാൽ സ്വർണത്തിന് സുഗന്ധം പോലെയാണ്. ഇനി അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി കൃത്യമായ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഒരു സംസ്കൃത പദം ഉച്ചരിച്ചാൽ ആ ഭാഷയുടെ ഘടന എങ്ങനെയാണ്, അതിനെ ദേവഭാഷ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല. സംസ്കൃത ഭാഷയുടെ പിന്നിലുള്ള മഹാമനീഷികളായ ചിന്തകന്മാർ രൂപപ്പെടുത്തിയത് ആ ഭാഷയുടെ ഘടന അങ്ങനെയാണ്. ശബ്ദത്തെ നിയന്ത്രിച്ചുകൊണ്ട്, പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട്, ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് പുറത്തുവിടുന്ന വാക്കുകൾ. ഞങ്ങൾ കുട്ടികളോട് ചില വാക്കുകളൊക്കെ ഉച്ചരിക്കുമ്പോൾ പ്രാണൻ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ഉച്ചരിക്കാൻ പറയും.
അത് ശരിയായാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു പ്രാണായാമം ചെയ്ത ഒരു എഫക്റ്റ് ഉണ്ടാകും. അത് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്താൽ നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഈ വാക്ക് സവൈ അശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി. മായയെ കുറിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ലക്ഷണമാണ്. മായയ്ക്ക് ധാരാളം ലക്ഷണങ്ങളുണ്ട്. പക്ഷേ വളരെ രസകരമായിട്ടുള്ള കൗതുകകരമായ ഭാഷ കൊണ്ട് ഭാഗവതകാരൻ നടത്തിയിട്ടുള്ള മനോഹരമായ ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുകയാണ്. സംസ്കൃത ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അല്ലെ, അഗ്ലൂട്ടിനേറ്റിംഗ് എന്ന് പറയും. ഒരു വാക്കിനോടൊപ്പം മറ്റൊരു വാക്ക് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ആ ആശയത്തെ പൂർണ്ണമാക്കി എടുക്കാൻ സാധിക്കും. ഇത് ഭാഷയുടെ ഘടനയാണ് അല്ലെ. നമ്മളിപ്പോൾ അർത്ഥന എന്ന് പറഞ്ഞു, പ്രാചേർത്തപ്പ പ്രാർത്ഥനയായി. ഇതുപോലെ മറ്റൊരു ഭാഷയ്ക്കുമില്ലാത്ത ഒരു ഘടനയുണ്ട് സംസ്കൃതത്തിന്. നോക്കൂ, സവൈ അശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി. അശേഷ വിശേഷാഹ, ഈ ലോകത്ത് കാണുന്ന എല്ലാ വിശേഷണങ്ങളും, ഈ ലോകത്ത് നാം ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, ഒരു വസ്തുവിനെ തിരിച്ചറിയിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ വിശേഷണങ്ങൾ അല്ലേ. ഇപ്പോൾ നീല ഉടുപ്പിട്ട കുട്ടി, നീലത്താമര, നീല താമര. താമരയെ വിശേഷിപ്പിക്കാനായിട്ട് 100 താമരകൾ ഉണ്ടെങ്കിൽ നീലത്താമരയാണ് എനിക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് നാം വിശേഷണങ്ങൾ ഉപയോഗിക്കുന്നത്. നോക്കൂ, അശേഷ വിശേഷാഹ, ഈ ലോകത്തിലെ എല്ലാ വിശേഷണങ്ങളും, അത് നിന്റെയാണ്, അത് അവരുടേതാണ്, അത് മറ്റതിൻ്റെയാണ്, ഇതിൻ്റെ രൂപം ഇങ്ങനെയാണ്, ഇത് ഈ രൂപത്തോടു കൂടിയതാണ്, ഇത് ഈ സ്വഭാവത്തോടു കൂടിയതാണ്. ഇങ്ങനെ ഒരു വസ്തുവിനെ ചുറ്റിപ്പറ്റി നാം പറയുന്ന അശേഷ വിശേഷങ്ങളും യസ്യാ, ആരുടെയാണോ, തസ്യാ, ആ മായായാഹ, ഈ ലോകത്തിൽ എല്ലാത്തിനും വിശേഷങ്ങൾ ഉണ്ടാക്കി തീർത്ത് ഈ ലോകത്തെ അനേക വിശേഷണങ്ങൾ കൊണ്ട് നിറച്ചത് ഈ മായയാണ്. ആ മായയുടെ നിഷേധേന, ആ മായയെ നിഷേധിക്കുന്നത് കൊണ്ട്, അതായത് സകല വിശേഷണങ്ങൾക്കും കാരണമായിരിക്കുന്ന ഈ ലോകത്തെ വിശേഷണങ്ങൾ കൊണ്ട് നിറച്ച മായയുടെ നിഷേധം കൊണ്ട്, അതാണ് അശേഷ വിശേഷമായ നിഷേധേന. മായയുടെ നിഷേധം കൊണ്ട് എന്ത് സംഭവിക്കും? നിർവാണ സുഖാനുഭൂതി. മായയുടെ നിഷേധം കൊണ്ട് സുഖാനുഭൂതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സുഖത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് ഗുരു പറയുന്നു. നോക്കൂ, അശേഷ വിശേഷമായ നിഷേധേന നിർവാണ സുഖാനുഭൂതി. സകല വിശേഷണങ്ങൾക്കും കാരണമായിരിക്കുന്ന മായയുടെ നിഷേധത്താൽ നിങ്ങളുടെ ഉള്ളിലെ ആത്യന്തികമായ സുഖം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നാം ഈ ലോകത്തിൽ പറഞ്ഞും കേട്ടും പരിചയപ്പെട്ടും ഇരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും അല്ലേ, ഇപ്പോൾ പറയും നിർവിശേഷമാണ് ബ്രഹ്മം എന്ന് പറയും. യാതൊരു വിശേഷണവും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. ഈ ലോകത്തിൽ ഇന്നേ വരെ നിർവചിക്കാൻ സാധിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ്, അനുഭൂതിയാണ്, ആത്മാനുഭൂതിയാണ്. വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്ക് അവിടം വരെ ചെന്ന് നമ്മളിങ്ങനെ അനേകം വാക്കുകൊണ്ട് പ്രയോഗിക്കുന്ന എല്ലാ പദങ്ങളും ആ അനുഭൂതിയുടെ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരും. വാക്ക് മടങ്ങും, പിന്മടങ്ങും വാക്ക്. അതിൻ്റെ അർത്ഥത്തോടുകൂടി വാക്ക് തിരിച്ചു വരും, നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഞങ്ങൾ തൻ പരിമിത വാക്യഭാഷയാൽ നിന്നെ എങ്ങനെ ശുഭ്രതേ മൃദുലതേ വാഴ്ത്തിടേണ്ടു. പരിമിതമായ വാക്യഭാഷ കൊണ്ട് നിന്നെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അതുകൊണ്ട് ദക്ഷിണാമൂർത്തി മൗനവ്യാഖ്യ, മൗനം മാത്രം വ്യാഖ്യാനത്തിനുള്ള മാർഗമായി സ്വീകരിച്ചു.
വ്യാഖ്യാനത്തിനുള്ള മാർഗം മൗനം എന്നത് മാത്രം സ്വീകരിച്ച ഒരു സംസ്കാരമാണ് ഭാരതീയന്റെ. 1000 വാക്കുകൾ കൊണ്ട്, വാക്കിന് ഒരു പഞ്ഞവുമില്ലാത്ത സംസ്കാരമാണ് നമ്മുടേത്. സംസ്കൃത ഭാഷയുടെ ഭാഷാനികുംഭിലകളിൽ ഇനിയും അർത്ഥപ്രകാശന സാധ്യത കാത്തു കിടക്കുന്ന അനേക കോടി പദങ്ങളുണ്ട്, ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത. സരസ്വതി ദേവി വേദവ്യാസ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ പറയും, വേദവ്യാസ ഭഗവാൻ മഹാഭാരതം എഴുതാനിരുന്നപ്പോ സരസ്വതി ദേവി വാക്കുകളുടെ ഒരു വലിയ കൂടാരവുമായി വന്നിട്ട്, എന്നെ ഒന്നെടുത്ത് പ്രയോഗിക്കുമോ, എന്നെ ഇന്നേ വരെ ആരും പ്രയോഗിച്ചിട്ടില്ല, ഇന്നേ വരെ ആരും പ്രയോഗിച്ചിട്ട് പോലുമില്ലാത്ത വാക്കുകളെ ഇങ്ങനെ രത്നഖനി പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ. വാക്കിന് പഞ്ഞമുള്ള സംസ്കാരമല്ല നമ്മുടേത്. അങ്ങനെ ഭാഷയ്ക്കും വാക്കിനും പഞ്ഞമില്ലാത്ത ഒരു വലിയ ആശയഖനിയുള്ള സംസ്കാരം പറയുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഉന്നതമായ അനുഭൂതിയെ നിങ്ങളോട് പറഞ്ഞു തരാൻ ഞങ്ങളുടെ വാക്കുകൾ അല്ലാതായിത്തീരുന്നു. വാക്ക് തിരിച്ചു വരുന്നു, വാക്ക് പിന്മടങ്ങുന്നു. ആ അനുഭൂതിയെയാണ് ഇവിടെ വർണ്ണിക്കേണ്ടത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിർവിശേഷമാണ് ബ്രഹ്മം, ഒരു വിശേഷണവുമില്ലാത്ത, യാതൊരു വിശേഷണവുമില്ലാത്ത. വിശേഷണവും അലങ്കാരങ്ങളും മുഴുവൻ പ്രകൃതിയുടേതാണ്. എനിക്കിപ്പോഴും വളരെ കൗതുകം തോന്നുന്ന ഒന്നുണ്ട്. ശൃംഗേരിയിൽ പോയിട്ടുള്ളവരുണ്ടാവും. ശൃംഗേരിയിൽ ആചാര്യസ്വാമികളുടെ ശൃംഗേരി മഠത്തിന് ഇപ്പുറത്ത് ശാരദാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, ദേവിയുടെ. തൊട്ടിപ്പുറത്ത് ഭഗവാന്റെയും ക്ഷേത്രമുണ്ട്, പരമശിവന്റെ ക്ഷേത്രവുമുണ്ട്. നമുക്ക് രണ്ട് ക്ഷേത്രവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത്, യാതൊരു തരത്തിലുള്ള അലങ്കാരങ്ങളുമില്ലാതെ ഒരു കൂവളത്തില മാല, ചിലപ്പോൾ അതും ഉണ്ടാവില്ല, ഒരു കൂവളത്തില മാത്രം ധരിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീപരമേശ്വരൻ യാതൊരു വിശേഷണങ്ങളുമില്ലാതെ ഇങ്ങനെ നിസ്വനായി ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്നു. അപ്പുറത്ത് അമ്മ, ഭഗവാന്റെ തന്നെ മായാശക്തി, എല്ലാ അലങ്കാരങ്ങളും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ദേവി രൂപം ശൃംഗേരിയിലെ ദേവിയുടേതാണ്. നമ്മൾ അവിടെ ഇരുന്ന് സൗന്ദര്യലഹരിയൊക്കെ ജപിച്ചാൽ അമ്മ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അത്രയും സൗന്ദര്യമുള്ള ദേവി അമ്മ അലങ്കരിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, നമുക്ക് മനസ്സിന്റെ സങ്കല്പമാണ്. പക്ഷേ മനോഹരമായി അമ്മയെ അലങ്കരിക്കും. നല്ല പട്ട് സാരിയെ കുടിപ്പിച്ച് ഭംഗിയായി അമ്മയെ അലങ്കരിച്ചിട്ടുണ്ടാവും. എല്ലാ അലങ്കാരങ്ങളോടും കൂടിയിരിക്കുന്ന അമ്മയും നിസ്വനായി മൗനത്തിൻ്റെ ഏകാന്ത സ്ഥലികളിലുള്ള ശിവസങ്കല്പം. നിർവിശേഷമായ ഒരു വിശേഷണം കൊണ്ടും പറയാൻ പറ്റാത്ത, അതാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്, അപരോക്ഷാനുഭൂതിയിൽ തുടങ്ങിയില്ലേ. പറയാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞേ മതിയാകൂ. അങ്ങനെയുള്ള ഒരു നിർവിശേഷമായ തത്വമാണ് നമ്മുടെ ബ്രഹ്മതത്വം. വാക്കിന് പഞ്ഞമില്ലാത്ത ഒരു നാട് സൃഷ്ടിച്ച ഏറ്റവും ഉന്നതമായ ഒരാശയം, വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത മൗനം മാത്രമാണ് എന്ന ഒരു വലിയ ആശയത്തിന്റെ പ്രപഞ്ചമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഭാരതീയന്റെ ബ്രഹ്മസങ്കല്പം. പറയാതെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെപ്പോലുള്ള മന്ദാ തേ അഭ്യുപകൽപ്യന്തേ, നമ്മൾ എന്ത് പറയും? സവിശേഷ നിരൂപണൈ. നമ്മൾ എന്താ രൂപമുണ്ട്, ഈശ്വരൻ കരുണാമയനാണ്, ഈശ്വരൻ കാരുണ്യമാണ്, ഈശ്വരൻ നന്മയാണ്, ഈശ്വരൻ സ്നേഹമാണ്, അങ്ങനെയുള്ള ഈശ്വരൻ ശക്തിയാണ്, ഈശ്വരൻ ജ്ഞാനമാണ്, ഈശ്വരൻ ചിത്സ്വരൂപമാണ്. ഇങ്ങനെയുള്ള അനേക വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇങ്ങനെയുള്ള എല്ലാ വിശേഷണങ്ങൾക്കും അതീതമായ ഒരു തത്വത്തെ വാക്കുകൊണ്ട് പറയേണ്ട പരിമിതി നമുക്ക് വന്നപ്പോഴാണ് നാം വിശേഷണങ്ങളെ ആശ്രയിച്ചത്. അങ്ങനെ ഈ ലോകത്തിൽ ഞാൻ എന്നോട് ചേർത്ത് വെക്കുന്ന, ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ആരാണ്. എൻ്റെ മാത്രം കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്നോട് ചേർത്ത് വെക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു 10 മിനിറ്റ് സമയം തന്നിട്ട് ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വിശേഷണങ്ങളെ ഉണ്ടാവൂ.
ഞാൻ ലക്ഷ്മിയാണ്, ഞാൻ ഇത്ര വയസ്സുള്ള ആളാണ്, ഞാൻ ഇന്ന ഉദ്യോഗം ചെയ്യുന്ന ആളാണ്, ഞാൻ ഇന്ന ആളുടെ മകളാണ്, ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ്. ഇങ്ങനെ ഞാൻ എന്നെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വിശേഷണങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് എന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കൂ. ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും നോക്കൂ, അത് മാവാണ്, അത് മൂവാണ്ടം മാവാണ്, അതിന് ഇത്ര ഇലകളുണ്ട്, അതിന് ഇന്ന സ്വഭാവമുണ്ട്, അതിന് ഇന്ന രീതികളുണ്ട്. ഇങ്ങനെ വിശേഷണം കൊണ്ടേ നമുക്കൊന്നിനെ പറയാൻ സാധിക്കും. ഈ വിശേഷണങ്ങൾ മുഴുവനും, ഈ അശേഷ വിശേഷങ്ങളും മായ ഉണ്ടാക്കിയതാണ്. ഈ അശേഷ വിശേഷങ്ങളും ആരുടേതാണോ ആ മായയുടെ നിർവിശേഷമായ ഒരു വസ്തുവിന് വിശേഷണങ്ങൾ ഉണ്ടാക്കി തന്ന വളരെ സമൃദ്ധമായ ഒരു സമൃദ്ധമായ വളരെ കൃത്യമായ ഒരു പ്രവൃത്തിയാണ് മായ ചെയ്തത്. ഭാരതീയ ശാസ്ത്രകാരന്മാർ മായ എന്ന ആശയത്തെ നമ്മുടെ ഈ ഫിലോസഫിക്കൽ ഡിലമയ്ക്ക് ഞാൻ ഈശ്വര സ്വരൂപമാണ് എന്ന് ശാസ്ത്രം പറയുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നേയില്ല. ഞാൻ ലക്ഷ്മിയാണെന്ന് മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ. എനിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ ഇന്നാളുടെ മകളാണ്, ഇന്നാളുടെ വീട്ടിലെയാണെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ ആത്മസ്വരൂപമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഋഷിമാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, നീ ആത്മസ്വരൂപമാണ്. നീ ഒരു അതിഗൗരവമായ ഫിലോസഫിക്കൽ ഡിലമയുണ്ട്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സംഘർഷം ഇതാണ്. സത്യം എന്ത് എന്ന് അറിഞ്ഞവർ പറയുന്നു, ആ സത്യം എനിക്ക് അനുഭവത്തിലേ ഇല്ല. ആ സത്യം വളരെ സൈദ്ധാന്തികമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷെ ആ സത്യം എൻ്റെ അനുഭവത്തിലില്ല. അങ്ങനെ ഉള്ള ഈ ആത്യന്തികമായ ദാർശനിക സമസ്യയ്ക്കുള്ള ഉത്തരമാണ് മായ. ഇല്ലാത്ത ഒന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ തന്നെ ശക്തിയാണ്. മമ മായാ ദുരത്യയാ, എൻ്റെ മായയാണ് നിന്നെ ഒന്ന് കണ്ണു കെട്ടിയിരിക്കുന്നത്. നിന്റെ കണ്ണിനെ ചെറുതായി ഒന്ന് കെട്ടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. മായിനം, മായയുടെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അപ്പൊ മായ ഉണ്ടാക്കിയത് ആരാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഏറ്റവും എളുപ്പമുള്ളത് എന്താ? അദ്ദേഹത്തെ ശരണം പ്രാപിക്കുക. എന്നെ ഈ കെട്ടിയിരിക്കുന്ന കണ്ണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഗാന്ധാര പുരുഷന്റെ കഥ അല്ലെ? കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചത് മാത്രമല്ല, കള്ളന്മാര് ഛാന്തോഗ്യോപനിഷത്തിലെ ഉപമയാണ്. കള്ളന്മാർ അയാളുടെ ആഭരണങ്ങളും വിലപ്പെട്ടതൊക്കെ അഴിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ആകെ എന്തുണ്ട്? കണ്ണ് മാത്രമുണ്ട്, കണ്ണ് കെട്ടിയ തുണി മാത്രമുണ്ട്. രാത്രി ഏതോ ഒരു വിജനതയിൽ ഞാൻ ആരാ, എവിടെയാ പോണ്ടേ, ഞാൻ എവിടെയാ വന്ന് കിടക്കുന്നത്, വീട്ടിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ എടുത്തോണ്ട് വന്നു, ഉറങ്ങായിരുന്നു, കട്ടിലോടെ എടുത്തോണ്ട് വന്നതാ. അങ്ങനെ മായ എടുത്തോണ്ട് വന്ന് എവിടെയോ ഉപേക്ഷിച്ച് ഇപ്പൊ അവിടെ നിൽക്കുകയാണ്. കണ്ണ് കെട്ടിയവനോട് തന്നെ അഴിക്കാൻ പറയുന്നതല്ലേ ഏറ്റവും ബുദ്ധി. ആ ബുദ്ധി സാധകൻ ഉപയോഗിക്കണം. ഈ ഒരു മായ എന്ന ഭാരതത്തിൻ്റെ ഈ സവിശേഷമായ പ്രശ്നത്തിന് പരിഹാരം കാണുവാനായി ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്ന മായ എന്ന സാന്നിധ്യത്തെ ആചാര്യന്മാർ പല രീതിയിൽ നിർവചിച്ചിട്ടുണ്ട്. യാ ന വിദ്യതേ സാ മായ, ആരാണോ ഇല്ലാത്തത് അവളാണ് മായ. അഘടിത ഘടന പടീയസീ മായ, ഇല്ലാത്ത ഒരു രൂപത്തെയൊക്കെ സൃഷ്ടിച്ച് നമുക്ക് തോന്നിപ്പിക്കുന്നവളാണ് മായ. നമ്മുടെ ഉള്ളിൽ ഭയം, വിദ്വേഷം, ദേഷ്യം, അസൂയ തുടങ്ങിയ ഇല്ലാത്ത വികാരങ്ങളെയൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നവളാണ് മായ. യാന വിദ്യതേ സാ മായ വിദ്യാ വിദ്യാ പരാപരാ. ശ്രീനാരായണ ഗുരുദേവന്റെ ഗംഭീരമായ വ്യാഖ്യാനമാണ്. വേദാന്ത ദർശനത്തെ ദർശനമാല എന്ന ദർശനങ്ങളുടെ സംഗ്രഹമായി ഗുരുദേവൻ സംസ്കൃതത്തിൽ മനോഹരമായ ഒരു സംഗ്രഹിച്ചിട്ടുണ്ട്. ഭാരതീയ വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന ചിന്തകളെ മുഴുവനും ഗുരുദേവൻ 10 സംഗ്രഹങ്ങളായിട്ട് പറയുന്നുണ്ട്. ഏതാണോ ഇല്ലാത്തത് അതിനെ മായ എന്ന് പറയുന്നു. ബ്രഹ്മാത്മശക്തി, ഈശ്വരന്റെ തന്നെ തേജസ്സിനെ, ചൈതന്യത്തെ മായ എന്ന് പറയുന്നു. ആ ഇനത്തിലേക്ക്
ശ്രീമദ് ഭാഗവതകാരൻ കൊടുക്കുന്ന അതിഗംഭീരമായ മായയുടെ ഒരു ലക്ഷണമാണ്. അശേഷ വിശേഷങ്ങളെയും നിർമ്മിക്കുന്നവളാണ് മായ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിശേഷണങ്ങൾക്കും കാരണമായിട്ടുള്ളവളാണ് മായ. സ്ത്രീലിംഗമാണ്. മായ എന്നത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വര സങ്കല്പങ്ങളോടൊപ്പം മായ അല്ലെ ദേവീ സങ്കല്പമായിട്ട് മായയെ കാണുന്നത്. അതുകൊണ്ട് മായ നീക്കാൻ മായ ഉണ്ടാക്കിയവനെ തന്നെ ശരണം പ്രാപിക്കണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെ. ഞങ്ങൾക്ക് ഈ കണ്ണ് കെട്ടിയവൻ തന്നെ കണ്ണഴിച്ചു തന്നാൽ മതി, അങ്ങനെ അവനും ഇവനൊന്നും അഴിച്ചു തരണ്ട. കണ്ണ് കെട്ടിയവൻ തന്നെ അഴിക്കട്ടെ എന്ന ഒരു വാശി ഒരു സാധകന് നല്ലതാണ്. അപ്പോൾ പറയാണ് സവൈ മമ, എൻ്റെ അശേഷ വിശേഷങ്ങൾക്കും കാരണമായ മായാനിഷേധത്തിലൂടെ എൻ്റെ ഉള്ളിലെ നിർവാണ സുഖാനുഭൂതി എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. മായ ഇല്ലാതായാൽ മായാനിരോധം കൊണ്ട് സുഖാനുഭൂതിയെ പ്രാപിക്കാൻ സാധിക്കുന്നു. സവൈ അവൻ, സഹ വൈ. വൈദിക പ്രയോഗത്തിലാണ് ഇത് കൂടുതൽ നമ്മൾ കാണാറുള്ളത്. വൈ എന്നൊക്കെയുള്ള പ്രയോഗം വൈദിക പ്രയോഗത്തിലാണ്. ഭാഗവതം വേദസാരമായതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നു. സവൈ ആ ഭഗവാൻ ശ്രീഹരി മമ പ്രസീദതാം. എൻ്റെ മായ നീക്കിത്തരാതെ ഒരു രക്ഷയില്ല. ഞാൻ എവിടെയൊക്കെ പോയാലും എല്ലാവരും പറയുന്നു, ഏത് വൈദ്യനെ കാണിച്ചാലും പറയുന്നു, ഈ രോഗം പരിഹരിക്കാൻ ഒരേ ഒരു വൈദ്യനെ കൊണ്ടേ സാധിക്കൂ, ഇതിന് കാരണക്കാരനായ വൈദ്യന്റെ അടുത്ത് ചെല്ലൂ. അങ്ങനെയാണ് ഞാൻ അവിടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ആ ഭഗവാന്റെ 2-3 നമുക്ക് മനസ്സിലാക്കാനുള്ള ഭഗവാന്റെ സൂചനകൾ നൽകുന്നു. ആരാണ് ഭഗവാൻ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള 3 സൂചനകൾ നൽകുന്നു. ഒന്ന്, സർവനാമാവാണ് ആ ഭഗവാൻ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ നാമങ്ങളും അവന്റെ നാമമാണ്. അതുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നതെല്ലാം മന്ത്രമാണ് അല്ലേ. നമ്മൾ ഉച്ചരിക്കുന്നത് ഒന്നും മന്ത്രമല്ലാതാകുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ വാക്കിന്റെ അധിപതിയുടേതല്ലേ ഈ ലോകത്തിലെ എല്ലാ വാക്കുകളും. വാക്കുതിക്കുന്ന വാക്കിന്റെ അധിപതിയുടേതല്ലേ ഈ ലോകത്തിലെ എല്ലാ വാക്കും. അപ്പൊ ഏതെങ്കിലും വാക്കുകൾ അമന്ത്രം അക്ഷരം നാസ്തി എന്ന് പറയുന്നത് പോലെ മന്ത്രമല്ലാത്ത ജപമല്ലാത്ത ഏതെങ്കിലും ഒരു വാക്ക് നമുക്കുണ്ടാവുമോ? എത്ര മനോഹരമായിട്ടാണ് വിഡ്ഢിക്കുഷ്മാണ്ഡം കഥയൊക്കെ നമുക്ക് പണ്ട് മുത്തശ്ശന്മാർ പറഞ്ഞു തന്നത്. അചഞ്ചലമായ വിശ്വാസത്തോട് കൂടിയിട്ട് വിഡ്ഢിക്കുഷ്മാണ്ഡം എന്ന് ജപിച്ച് കഥ അറിയാലോ അല്ലേ. എനിക്ക് കുട്ടിയായിരിക്കും അച്ഛൻ പറഞ്ഞത്. അത് എനിക്ക് ഭയങ്കര ഇമാജിനേഷൻ ഉണ്ടാക്കിയൊരു കഥയായിരുന്നു അത്. വിഡ്ഢിക്കുഷ്മാണ്ഡം എന്ന് ജപിച്ച് അയാൾ കൊടുത്ത മന്ത്രം ആ ഔഷധം ഫലിച്ചു. വിശ്വാസത്തിൻ്റെതാണ്. അപ്പോ സർവനാമാവാണ് ഭഗവാൻ. ഈ ലോകത്തിൽ സഹസ്രനാമം എന്നൊക്കെ പറയുന്നത് എത്ര ലളിതമാണെന്നപ്പോൾ നമുക്ക് തോന്നും. ഈ ലോകത്തിൽ ഏതൊക്കെ നാമങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുന്നോ, ഏതൊക്കെ നാമങ്ങൾ നമുക്ക് പരിചിതമായിട്ടുണ്ടോ, ഈ ലോകത്തിൽ ഏതൊക്കെ നാമങ്ങളുണ്ടോ, എല്ലാ നാമങ്ങളും അശേഷ സർവനാമാവായ ആ ഭഗവാന്റേതാണ്. സകല നാമങ്ങളോട് കൂടിയവൻ. ഇനി നാമം കഴിഞ്ഞാൽ നമുക്ക് പരിചയം ആ നാമീയയാണ്. നാമം കഴിഞ്ഞാൽ രൂപത്തെയാണ് പരിചയം. ഒരു വാക്ക്, ആ വാക്കിന് സമാനമായ രൂപം. അതാണ് വിശ്വരൂപനാണ് ഭഗവാൻ. ഈ വിശ്വത്തിലുള്ള എല്ലാ രൂപങ്ങളും ഭഗവാന്റേതാണ്. സർവനാമാവും വിശ്വരൂപനും അനിരുക്താത്മശക്തി. നിർവചിക്കാനാവാത്ത, വർണ്ണിക്കാനാവാത്ത, പറയാനാവാത്ത, വ്യവച്ഛേദിക്കാനാവാത്ത ശക്തിയോട് ആത്മവീര്യത്തോടു കൂടിയവനുമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ശക്തിയുണ്ടോ, എവിടെയൊക്കെ നാമരൂപങ്ങളുണ്ടോ, അതെല്ലാം ഏതൊരു ചൈതന്യത്തിൻ്റെതാണോ ആ ചൈതന്യത്തോട് എൻ്റെ ഉള്ളിലെ കണ്ണുകെട്ടിയിരിക്കുന്ന മായയെ ഇല്ലാതാക്കി തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. നോക്കൂ, പ്രസീതതാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അനിരുക്താത്മശക്തിയായ
അല്ലയോ ഭഗവാനെ അങ്ങ് എന്നിൽ പ്രസാദിച്ചാലും. അത് മാത്രമേ ഒരു രക്ഷയുള്ളൂ. കടിച്ച പാമ്പിന് മാത്രമേ ഈ വിഷം ഇറക്കാൻ സാധിക്കൂ അല്ലേ? രാമകൃഷ്ണദേവൻ പറയുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു ഉദാഹരണമാണ്. ആത്മീയതയുടെ സർപ്പം നിങ്ങളെ എപ്പോഴെങ്കിലും ദംശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്നെ ഒരിക്കലും മോചനമില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നാം നിരന്തര സാധനയിലൂടെ മാത്രം മുന്നോട്ട് പോയേ മതിയാവും. അതുകൊണ്ട് സവൈ, ആ വാക്ക്, ആ മായയുടെ വിശേഷണം മറക്കരുത്. അശേഷ വിശേഷ മായാനിഷേധ നിർവാണ സുഖാനുഭൂതി. നിർവാണ സുഖാനുഭൂതി എപ്പോഴും ഉണ്ട്. പക്ഷേ ഞാൻ ദുഃഖിയാണ്, ഞാൻ വിഷമിക്കുന്നു എന്ന് എനിക്ക് തോന്നാൻ കാരണം ഈ മായയാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഈ ദുഃഖമുണ്ട്, നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു തന്നത് ഈ മായയാണ്. ആ മായ നീങ്ങിയാൽ എനിക്ക് ഒരു ദുഃഖവുമില്ല, ഞാൻ സുഖിയാണ്, അഹം സുഖി എന്ന ബോധമുണ്ടാകും. അങ്ങനെ ഒരു നല്ല മനന ശ്ലോകമായിരുന്നു അത്. നമുക്കതൊന്നും കൂടെ ചൊല്ലാം. സവൈ മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി സർവനാമാ സച്ച വിശ്വരൂപ പ്രസീദതാം അനിരുക്താത്മശക്തി. ശരി, അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ്. യദ്യനിരുക്തം വചസാ നിരൂപിതം ധിയാ അക്ഷഭിർവാ മനസാ വോതയസ്യ മാ ഭൂത്സ്വരൂപം ഗുണരൂപം ഹി തത്തത് സവൈ ഗുണാപായ വിസർഗലക്ഷണഃ. യത് യത് യദ്യന്നിരുക്തം മനസാ നിരൂപിതം. യദ്യത് നിരുക്തം, യത് യത് വചസാ നിരുക്തം ധിയാ അക്ഷിഭിഃ മനസാ ച ഉത നിരൂപിതം തത് സ്വരൂപം മാ ഭൂത്. തത് സ്വരൂപം മാ ഭൂത്. അതായത് യത് യത് നിരുക്തം മനസാ വാച, വാക്കുകൊണ്ട് യാതൊന്ന് പറയപ്പെടുന്നുവോ. നമ്മൾ ഈ പറയുന്നതൊക്കെ അതിനെ നിരൂപിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് വാക്കുകൊണ്ട് പറയാൻ സാധിക്കാത്തത് എന്ന്. നമ്മൾ വചസ യത് യത് നിരുക്തം, നിശേഷണ ഉക്തം, എന്തൊക്കെയാണോ നമ്മൾ വാക്കുകൊണ്ട് പറയപ്പെടുന്നത്, ധിയ നിരൂപിതം അല്ല. അതിന് മുന്നത്തെ ഘട്ടം എന്താ? ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു, വാക്കുകൊണ്ട് പറയുന്നു അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പരാ പശ്യന്തി മധ്യമ. പരാ എന്നുള്ള അവസ്ഥയിൽ ഒരു ചിന്ത രൂപപ്പെടുന്നു. പശ്യന്തി എന്നുള്ള അവസ്ഥ എത്തുമ്പോഴേക്കും അതിനൊരു ഘടനയുണ്ടാവുന്നു. എനിക്ക് ഇന്ന കാര്യം പറയണം, എനിക്ക് ഇയാളോട് ഇന്ന കാര്യം പറയണം, ഒരു ഘടനയുണ്ടാവുന്നു. മധ്യമ എന്ന അവസ്ഥ വരുമ്പോൾ ആ ഘടന ഒരു വാഗ്രൂപത്തെ കൈക്കൊള്ളുന്നു. ഇന്നത് പറയണോ, ഇന്ന വാക്ക് ഉപയോഗിക്കണോ, ഇന്ന ഘടന ഉപയോഗിക്കണോ എന്ന വാഗ്രൂപത്തെ കൈക്കൊള്ളുന്നു. വൈഖരി എന്ന രൂപത്തിലെത്തുമ്പോഴേക്കും അത് പരശ്രവണ ഗോചരമായ ശബ്ദമായി പരിണമിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചിന്തയെ വാക്കാക്കി പരിണമിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം അത് രൂപപ്പെടുന്നത് ആശയത്തിന്റെ ഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലാണ്. അതിനെ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ പശ്യന്തിയിലൂടെ മധ്യമയിലൂടെ എത്തുമ്പോൾ നമുക്കതിനൊരു ഘടന ഉണ്ടാവുന്നു. വൈഖരിയാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട ഘടന മറ്റൊരാൾക്കും കൂടി ശ്രവിക്കാൻ പറ്റുന്നത്. അതിന് വാക്കിന്റെ ഘടനയ്ക്ക് ഒരു അക്ഷര രീതിയിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുന്നത് ഈ ഉച്ചാരണ അവയവങ്ങളിലൂടെ. ഈ കണ്ഠം, താലു, മൂർധാവ്, ദന്തം, ഓഷ്ടം, ഇത്രയും വാഗ്വ്യാപാരങ്ങളുടെ ഘടനയിലൂടെ അത് കടന്നു വരുമ്പോൾ ഞാൻ ഓം എന്ന് ഉച്ചരിക്കുന്നു. അപ്പോൾ വാക്കുകൊണ്ട് പറയപ്പെടുന്നതിനു മുൻപേ അത് നമ്മുടെ ഉള്ളിൽ ആശയമായി ജനിച്ചിരിക്കുന്നു.
ഭാരതീയ സാധനാ പദ്ധതി അനുസരിച്ച് വാക്ക് എന്നത് വൈഖരി രൂപം പ്രാപിക്കുന്നതിനു മുൻപ് തന്നെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊരാളോട് മോശമായതോ നല്ലതോ വാക്കുകൊണ്ട് പറഞ്ഞില്ല എന്നതുകൊണ്ട് അത് ചിന്തയുടെ ഭാഗമാവാതിരിക്കില്ല. അതുകൊണ്ടാണ് ഉള്ളിലുദിക്കുമ്പോഴേ, വാക്കിന്റെ 4 ഘട്ടങ്ങളാണല്ലോ, അതുകൊണ്ട് ഉള്ളിലുദിക്കുമ്പോഴേ വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം. ഈ ഉപനിഷത്ത് പ്രാർത്ഥന അതാണ്. എൻ്റെ വാക്ക് മനസ്സിൽ ഉറച്ചതാവണം, മനസ്സ് വാക്കിൽ പ്രതിഫലിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ വഴക്ക് പറഞ്ഞില്ല എന്നതുകൊണ്ട് ഞാൻ അത് ചിന്തിച്ചാൽ പോലും എൻ്റെ ഉള്ളിൽ അത് ഒരു നിഷേധ സംസ്കാരമായി രൂപപ്പെടും. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും ചിന്തയുടെ തലത്തിൽ തന്നെ അത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സാധകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനകളിൽ ഒന്ന് ഈ മനന സാധനയാണ്. വാക്ക് ചിന്തയായി രൂപപ്പെടുമ്പോഴേ നമുക്ക് സംസ്കരിക്കാൻ സാധിക്കണം. ചിന്ത പോലും ഉണ്ടാവാതിരിക്കാൻ, അപരന് അഹിതമുണ്ടാകുന്ന ചിന്ത പോലും ഉണ്ടാകാതിരിക്കാൻ സാധകൻ നിരന്തര മനനം ചെയ്തേ മതിയാകും. ഈ വാക്സാധന ആചാര്യന്മാർ നമ്മളോട് നിരന്തരമായി ഉപദേശിക്കുന്ന ഒന്നാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചാണ്. വാക്കുകൊണ്ട് ഏതൊന്നാണോ പറയപ്പെടുന്നത്, ചിന്ത കൊണ്ട് മനസ്സിൽ ബുദ്ധിയിൽ എന്താണോ നിരൂപിക്കപ്പെടുന്നത്. ഇനി അക്ഷിഭിഹി, അവിടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രബലമായ ഇന്ദ്രിയമായ കണ്ണിനെ പറഞ്ഞിരിക്കുന്നു. അതിൽ കണ്ണും രസനേന്ദ്രിയവും ഘ്രാണേന്ദ്രിയവും ശ്രോത്രേന്ദ്രിയവും ജിഹ്വയും ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിനെയും കൂടെ സൂചിപ്പിക്കാനായിട്ട് അക്ഷിഭിഹി എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്നു. മനസാ വാ ഉത, മനസ്സിനാലും ഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതായത് നമ്മുടെ എല്ലാ അറിവിന്റെ വ്യാപാരങ്ങളും, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നത്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ അനുഭവിക്കപ്പെടുന്നത് തത് തത് സ്വരൂപം യസ്യ മാ ഭൂത്. അതൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്കറിയാൻ സാധിക്കുന്നത്, അതൊന്നും എല്ലാം ഗുണരൂപങ്ങളാണ്. അതൊന്നും ഭഗവാന്റെ സ്വരൂപമല്ല. ഇതൊരു വലിയ ചിന്തയാണ് എത്ര ലളിതമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മൾ എന്തൊക്കെ തൊട്ട് മുമ്പിൽ പറഞ്ഞു എല്ലാ നാമവും അവൻ്റേതാണ് എന്ന്, എല്ലാ രൂപങ്ങളും അവൻ്റേതാണ് എന്ന്. ഇവിടെ പറയുന്നത് തമ്മിൽ കോൺട്രഡിക്ടറി ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇവിടെ പറയുന്നു നമുക്ക് പറയാൻ സാധിക്കുന്നതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതും എന്തൊക്കെയാണോ അതിനൊക്കെ അതീതനാണ് ഭഗവാൻ. ഇത് തമ്മിൽ പരസ്പര വൈരുദ്ധ്യമല്ല ഉള്ളത്, മറിച്ച് നമ്മുടെ വാക്കിനതീതമായ ഭാവമാണ് ഭഗവാൻ. നമ്മുടെ ചിന്തയ്ക്കതീതമായ ഭാവമാണ്, ആശയമാണ് ഭഗവാൻ. വാക്കുകൊണ്ട് പറയപ്പെടാൻ സാധിക്കാത്തത്രയും അതിനതീതനായ ശക്തിയാണ് ഭഗവാൻ. അങ്ങനെ ധിയാനിരൂപിതം അക്ഷിഭിഹി മനസാ വാ ഗൃഹീതം തത് തത് സ്വരൂപം യസ്യ മാ അഭൂത്. അതൊന്നും ഭഗവാന്റെ സ്വരൂപമല്ല. ഇനിയോ ഇന്ദ്രിയാദികൾ കൊണ്ട്, കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ നമ്മൾ അറിയുന്നത് എന്താ? അതൊക്കെ ഗുണരൂപങ്ങളാണ്. ഈ ഗുണങ്ങളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അതിനുള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയാൻ നമ്മുടെ സാധാരണ കണ്ണു പോരാ. അതാണ് ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ സങ്കല്പം. ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. നീ എന്നെ ഇങ്ങനെ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയ അർജുന, നീ ആരെ കാണുള്ളൂ? നിന്റെ കൂടെ സഖാവായി നടന്ന, നിന്റെ കൂടെ കൂട്ടുകാരനായിരുന്ന, നിനക്ക് പരിചിതനായ, നിന്റെ ഭാര്യയുടെ സഹോദരനായ, നിന്റെ എല്ലാ കളികളിലും കൂടെ ഉണ്ടായിരുന്ന ദേവകീ പുത്രനായ കൃഷ്ണനെയാണ് നിന്റെ
സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ നീ കാണുന്നത്. അതുകൊണ്ട് എന്നെ അറിയാൻ നിന്റെ ഉള്ളിലെ ജ്ഞാനക്കണ്ണുകൊണ്ട് നോക്കൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് രസമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ചോറ്റാനിക്കരമ്മയുടെ ഗുപ്തന്റെയും കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും അല്ലേ? യക്ഷി പിടിച്ച കഥ അറിയാലോ അല്ലേ എല്ലാവർക്കും? ചോറ്റാനിക്കരമ്മയുടെ കഥയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ കഥയിൽ വലിയൊരു ദാർശനിക സാരമുണ്ടെന്നാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചത് അല്ലെ. ഒരു നമ്പൂരി കഥകളി കാണാൻ പോയപ്പോൾ ഒരു പെൺകുട്ടിയെ രാത്രി വഴിക്ക് വെച്ച് കാണുന്നു, അവളും കൂടെ കൂടുന്നു. അങ്ങനെ സന്തോഷമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നത്. എന്താ ഈ കയ്യിലൊരു പുസ്തകം എന്ന് ചോദിക്കുന്നു. പറഞ്ഞത് ഗുരുനാഥന്റെ കയ്യിൽ കൊടുക്കാനുള്ള ദേവി മഹാത്മ്യാണ്, അതവിടെ കൊടുത്തിട്ട് നമുക്ക് കഥകളിക്ക് പോവാം, സന്തോഷമായിട്ട് നമുക്കിന്ന് കൂടാം എന്നൊക്കെ പറയുന്നു. എന്നാൽ അവളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, അതേ കൊണ്ട് കൊടുക്കൂ, ഇതെന്തിനാ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നേ. അങ്ങനെ കൊടുക്കുന്നു. കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ ചോദിച്ചു, ആരാ ഗുപ്ത കൂടെ ഉള്ളത്? അല്ല, കുട്ടി കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കഥകളിക്ക് പോവുക, അവര് പുറത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഗുരുനാഥൻ പതുക്കെ നോക്കിയപ്പോ കണ്ടു. ഗുരുനാഥൻ പറഞ്ഞു, ഗുപ്ത നീ എന്നെ ഒന്ന് തൊട്ടോണ്ട് നോക്കൂ, അതാരാണ് എന്ന് പറഞ്ഞു. ഗുരുനാഥനെ തൊട്ടോണ്ട് നോക്കിയപ്പോ അതൊരു ഭീകരരൂപിണിയായ യക്ഷിയായിരുന്നു എന്ന് മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചുപോയി അല്ലേ? പിടിച്ചതിൽ നിന്നും ഇനി ഒരു രക്ഷയില്ല. ആ പിടിച്ചതിനെ ഇറക്കാനായി സാക്ഷാൽ ത്രിപുരസുന്ദരിയായ ദേവിക്ക് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായിക്കൊണ്ട്, ഭൂതസർവസ്വപ്രീണനൈകപരായണയായ ദേവിക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുനാഥൻ ഒരു തോർത്തു കൊടുക്കുന്നു. അത് വീശിക്കൊണ്ട് പൊക്കോളൂ, നീ അവിടെ ചെന്നിട്ട് ഇത് പുറത്തേക്ക് ഇട്ടിട്ട് അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞു. കഥ ഓർമ്മയുണ്ടാവും. ഇതൊരു വലിയ ആശയമാണ്. ദേവി മഹാത്മ്യം അയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അയാളോടൊപ്പം അറിവുണ്ടായിരുന്നപ്പോൾ അയാളെ പിടിക്കാൻ മായയ്ക്ക് സാധിക്കില്ല. ജ്ഞാനം കൂടെ ഉള്ളപ്പോൾ പിടിക്കാൻ മായയുടെ ഒരു രൂപത്തിനും സാധിക്കില്ല. ഇനി ശരിയായ ലോകവസ്തുക്കളുടെ പിന്നിലുള്ള ശരിയായ സ്വരൂപത്തെ ഈ മനുഷ്യൻ എങ്ങനെയാ മനസ്സിലായത്? സുന്ദരിയായിരുന്നു, ഭയങ്കര അതിസുന്ദരിയായിട്ടാണ് തൻ്റെ കൂടെ ഇത്രയും കൂടെ നടന്നത്. പക്ഷേ ജ്ഞാനത്തെ, അറിവുള്ള ഒരു ഗുരുനാഥനിലൂടെ നോക്കിയപ്പോ അയാൾക്ക് മനസ്സിലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സുന്ദരിയുടെ യഥാർത്ഥ രൂപം എന്താണ് എന്ന്. ഞാനത് എപ്പോഴും ആലോചിക്കാറുള്ളത്, നമ്മുടെ മുന്നിൽ ബേക്കറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മനോഹരമായ കവറുള്ള ഭക്ഷണങ്ങളുടെയും പലഹാരങ്ങളുടെയും ഒക്കെ യഥാർത്ഥ രൂപം ഇതാണ്. അറിവ് എന്ന് പറയുന്ന ശരീരത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവുള്ള ഒരാൾ അതിലേക്ക് നോക്കിയാൽ അത് വെറും നമ്മെ മോഹിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന കുറെ വസ്തുക്കൾ മാത്രം മനോഹരമായി വെൽ പാക്ക്ഡ് ആൻഡ് സീൽഡ് നമ്മൾ കാണുമ്പോൾ ഹായ്. ഈ യക്ഷി സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട്. യക്ഷി ഒരു സർവകാല പ്രസക്തമായ സങ്കല്പമാണ്. ഈ യക്ഷി എല്ലായിടത്തുമുണ്ട്. ഈ യക്ഷിയെ അറിയണമെങ്കിൽ അറിവിനെ തൊട്ടുകൊണ്ട് നോക്കണം. ഗുരു കാണിച്ചു തരും നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് ഇല്ലേ. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അറിവിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു വസ്തുവിന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാവുകയുള്ളൂ. ഈ ലോകമായി അനേക വാക്കുകളിലൂടെ നാം വിവരിച്ച ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ജ്ഞാനത്തിന്റെ കണ്ണുണ്ടാവണം, നിത്യാനിത്യ വസ്തുവിന്റെ വിവേകത്തിന്റെ കണ്ണുണ്ടാവണം. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാഴ്ച, മഹാഭാരതം വലിയൊരു പ്രതീകമാണ് നമുക്ക് പറഞ്ഞു തന്നത്. കണ്ണു കെട്ടിയ ഗാന്ധാരി എന്ന് പറയുന്നത് ലോകത്തെ തിരിച്ചറിയുന്ന കണ്ണുകളെ ബന്ധിച്ചുകൊണ്ട് സത്യമേത് അസത്യമേത് എന്ന ബോധം ഒരു തലമുറയ്ക്കുണ്ടാക്കി കൊടുക്കാതെ വളർത്തി നൂറ്റവരെയും വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മ എന്ന പ്രതീകമാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞ ദിവ്യചക്ഷുസ് എന്ന സങ്കല്പം എടുക്കുക. ഈ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ രൂപം അറിയണമെങ്കിൽ കണ്ണുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ഭൗതികമായ ചിന്ത കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഭഗവത് സ്വരൂപത്തെ അറിയാൻ ദിവ്യചക്ഷുസ് ഉണ്ടാകും.
ശരിയായ രൂപം തിരിച്ചറിയാൻ, ഇത് യക്ഷിയാണോ സുന്ദരിയാണോ എന്ന് തിരിച്ചറിയാൻ, ഈ പാക്കറ്റിലിരിക്കുന്നത് എന്നെ കൊല്ലാൻ വന്നതാണോ, എൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കാൻ വന്നതാണോ, എൻ്റെ നാവിനെ രുചിപ്പിച്ച് കടന്നു പോകാൻ വന്നതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ കൃത്യമായ, അപ്പോൾ ജീവിതത്തിൽ എല്ലായിടത്തും വേണ്ടതാണ് ദിവ്യചക്ഷുസ് എന്ന് മനസ്സിലായില്ലേ? അർജുനന് കൃഷ്ണനെ മനസ്സിലാക്കാൻ മാത്രമല്ല, ദൈനംദിന അടുക്കളയിൽ പോലും വേണം ഒരു ദിവ്യചക്ഷുസ്. ഇതെൻ്റെ കുട്ടിയുടെ ആരോഗ്യത്തിനാണോ അതോ സ്വാദിനാണോ എന്ന് മനസ്സിലാക്കിപ്പിക്കണം. അതുകൊണ്ട് യത് യത് നിരുക്തം വചസാ നിരൂപിതം, വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ അറിയുന്നത് ഗുണങ്ങളുടെ വിസ്താരമാണ്. അതുകൊണ്ട് ഗുണകാര്യങ്ങളുടെ ഈ പറഞ്ഞതൊക്കെ നാം പുറത്തു കാണുന്ന ഗുണം മാത്രമാണ്. ആ ഗുണത്തിനുള്ളിലെ തത്വത്തെ തിരിച്ചറിയാൻ സവൈ ഗുണാപായ വിസർഗലക്ഷണ. ആരാണ് ഈ തത്വം, ഈ ഭഗവാൻ? സവൈ, അവനാകട്ടെ ഗുണാപായ വിസർഗലക്ഷണ, ഗുണാനാം അപായ വിസർഗാഭ്യാം, ഗുണങ്ങളുടെ പ്രളയത്തിനും ഉത്പത്തിക്കും കാരണമായിട്ടുള്ള, ഗുണകാര്യങ്ങളുടെ ഉൽപ്പത്തിക്കും നാശത്തിനും കാരണമായിരിക്കുന്ന ചൈതന്യമാണ് ഇതിലെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിയാൻ. ഭഗവാൻ ആരാണ്? ഗുണാപായ വിസർഗലക്ഷണ. ആ ഭഗവാൻ ഗുണങ്ങളുടെ ഉത്പത്തിക്കും ലയത്തിനും, ഗുണത്തെ ഉണ്ടാക്കിയതും ഗുണത്തെ ഇല്ലാതാക്കിയതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഗുണങ്ങളുടെ പിന്നിലെ തത്വത്തെ അറിയുക, കൃഷ്ണതത്വത്തെ അറിയുക, വസ്തുതയെ അറിയുക. അത് ജ്ഞാനിയെ തൊട്ടുകൊണ്ടു നോക്കിയാൽ, ഗുരുവിനെ തൊട്ടുകൊണ്ടു നോക്കിയാൽ മുമ്പിൽ നിൽക്കുന്നത് സുന്ദരിയായ ഗുണങ്ങളുടെ തികഞ്ഞ ഒന്നായിരുന്നു. പക്ഷെ ഗുരുവിനെ തൊട്ടുകൊണ്ടു നോക്കിയപ്പോൾ ആ ഗുണത്തിന് പിന്നിലുള്ള തത്വം എന്താണ്, അത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ശാസ്ത്രത്തെ മുറുകെ പിടിക്കുക, ദേവി മഹാത്മ്യം കൂടെ പിടിക്കുക എന്ന് പറയുന്നത് അതാണ്. ദേവി മഹാത്മ്യം തലയ്ക്ക് വെച്ചുറങ്ങുക എന്നല്ല അതിനർത്ഥം. ലോകത്തിലേക്ക് നോക്കുമ്പോൾ നാം ഗുണങ്ങളുടെ അത്ഭുതങ്ങളാണ് കാണുന്നത്. ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, സത്വരജത്തമോ ഗുണങ്ങൾ ഉണ്ടാക്കിയ അത്ഭുതങ്ങളാണ് കാണുന്നത്. അതിൽ നിന്നും തത്വം എന്താണെന്നറിയാനായി ഈ അകക്കണ്ണ് തുറപ്പിക്കാൻ അല്ലെ ആശാൻ ബാല്യത്തിലെത്തണം. ആ ആശാൻ ചിന്തയുടെ ബാല്യത്തിലെത്തണം. ശരീരത്തിന്റെ ബാല്യം എന്ന് വിചാരിക്കേണ്ട. ശരീരത്തിന്റെ ബാല്യത്തിലേക്ക് നമുക്ക് പലർക്കും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ചിന്തയുടെ ബാല്യത്തിൽ ഒരാശാൻ വന്നാൽ, ആ ആശാൻ, ഇത് മലയാളത്തിന്റെ ഒരു നല്ല പ്രയോഗാട്ടോ, ഈ ആശാൻ എന്നുള്ള പ്രയോഗം. ആ ആശാൻ വരട്ടെ. ആശാൻ വരാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുക. ആ ആശാൻ അകക്കണ്ണ് തുറപ്പിക്കും. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. അർക്കനും അനലനും ഒക്കെ എന്താണെന്ന് ഗുണവൈചിത്ര്യങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ഒരു കണ്ണാണ് നമുക്കുള്ളത്. പക്ഷെ ആ കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിനും കണ്ണ് അല്ലെ, നമ്മുടെ കാഴ്ചയ്ക്കും കണ്ണായ ഒരു തത്വം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കാഴ്ചയ്ക്കും കാരണമായ ഒരു തത്വമുണ്ട്. അതറിഞ്ഞാൽ ആനന്ദം എന്ത് ഹരിനാരായണായ. അപ്പൊ ആ കണ്ണ് തുറക്കാനാണ് വാസ്തവത്തിൽ ഇവിടെ നാം പ്രാർത്ഥിക്കുന്നത്. ഗുണങ്ങളുടെ സ്വരൂപം കണ്ട് ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. സത്വരജത്തമോ ഗുണങ്ങൾ ഇങ്ങനെ പ്രപഞ്ചത്തിൽ നടമാടുന്നത് കണ്ടിട്ട് ആ മഞ്ഞളിച്ചു പോയ കണ്ണിൽ നിന്നും ഞങ്ങൾക്ക് ശരിയായ സ്വരൂപം മനസ്സിലാക്കാനേ സാധിക്കാതെ പോയി. അതുകൊണ്ട് ഗുണാപായ വിസർഗലക്ഷണ, ഈ ഗുണങ്ങളിൽ നിന്നും ശരിയായതെന്ത് എന്ന് തിരിച്ചറിയിപ്പിച്ചു തരുന്ന ഒരു ദൃഷ്ടി ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്ലോകം അവസാനിപ്പിക്കുന്നു. അടുത്തത് നമുക്ക് വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അടുത്തത് ഭഗവാൻ ഗുരുനാഥൻ ഒരു വ്യാകരണ പണ്ഡിതനെ പോലെ വന്ന് നമ്മെ കുറച്ച് ഭാഷയിലെ അടിസ്ഥാന വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മെ അറിവിലേക്ക് നയിക്കുന്നു. യസ്മിൻ യതോ യേന ചയസ്യ യസ്മൈ യദ്യോ യഥാ കുരുതേ കാര്യതേ ച
പരാവരേഷാം പരമം പ്രാക് പ്രസിദ്ധം തദ്ബ്രഹ്മ തദ്ധേതുരനന്യദേകം തദ്ബ്രഹ്മ തത് ഹേതുഃ ഏകം അനന്യത് തത്. അതാണ് ഇതിലെ പ്രസ്താവന. തത് ബ്രഹ്മ തത് ഹേതുഃ തത് ഏകം തത് അനന്യം. അതിൻ്റെ സ്വരൂപത്തെ നമുക്ക് നേരിട്ട് പറഞ്ഞു തരികയാണ്. അതാണ് ബ്രഹ്മം, അതാണ് ഹേതു, അത് ഒന്നാണ്, അത് ഒന്ന് തന്നെയാണ്. ഇത് ഉപനിഷത്തിന്റെ വളരെ മനോഹരമായ ശൈലിയാണ്. ഋഷിക്ക് നമ്മളോട് ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കേണ്ട ചിലതുണ്ട്. അത് പറയുമ്പോൾ ഋഷി പറയും അതൊന്നാണ്, അതൊന്നു തന്നെയാണ്, അതൊന്നു മാത്രമാണ്. ഓർമ്മയുണ്ടാകും ഏകമേവ അദ്വിതീയം എന്ന ഉപനിഷത്ത് മന്ത്രം. ഋഷിക്ക് ഏകം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എപ്പോഴും വാക്ക് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നവരാണ് സംസ്കൃതാചാര്യന്മാർ, കാരണം അത്ര അർത്ഥഗ്രഹണ ശക്തിയുണ്ട്. പക്ഷേ ഒന്നാണ് എന്ന് പറഞ്ഞു, ഏകമേവ എന്ന് പറഞ്ഞു, ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടും നമ്മുടെ ഉള്ളിൽ ഉറച്ചോട്ടെ എന്ന് കരുതിയിട്ട് അദ്വിതീയം എന്ന് പറഞ്ഞു, രണ്ടാമതൊന്നില്ലാത്തതാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം അർത്ഥപരമായി ഒന്ന് തന്നെയല്ലേ? ഒന്നാണ്, ഒന്ന് തന്നെയാണ്, രണ്ടാമതൊന്നില്ലാത്തതാണ്. എന്തിനാ ഇങ്ങനെ ഒരു മെത്തഡോളജി ഉപയോഗിച്ചത്? അല്ലെ, നമ്മൾ സാധാരണ മനുഷ്യർ പോലും ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ മാത്രം പറഞ്ഞു, സ്ട്രെസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വിശ്വാസം വരുന്നു. അതുപോലെ ഏറ്റവും പരമമായ തത്വത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൽ സംശയലേശമില്ലാതെ ഏകം ഏകമേവ ഏകമേവ അദ്വിതീയം എന്ന് പറയുകയാണ്. അത് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. തത് ബ്രഹ്മ തത് ഹേതുഃ തത് ഏകം തത് അനന്യത്. അത് ബ്രഹ്മമാണ്, അത് പ്രപഞ്ചത്തിന്റെ കാരണമാണ്, അത് പ്രപഞ്ചത്തിന്റെ ഹേതുവാണ്, അത് ബ്രഹ്മമാണ്, അത് അനന്യം, രണ്ടാമതൊന്നില്ലാത്തതാണ്. ഏകം എന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമതൊന്നില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ അത് ആശയത്തെ കുറച്ചുകൂടി ദൃഢമാക്കാനായിട്ടാണ് ഉപകരിക്കുന്നത്. നോക്കാം, ഇവിടെ യത് ശബ്ദത്തിൻ്റെ ഭാഷ പഠിക്കുന്നവർക്ക്, സിദ്ധരൂപം പഠിക്കുന്നവർക്ക് നല്ലൊരു അഭ്യാസമാണ്. യത് ശബ്ദത്തിൻ്റെ എല്ലാ വിഭക്തിയിലുള്ള രൂപങ്ങളെയും വേദവ്യാസ ഭഗവാൻ പ്രയോഗിച്ചിട്ടുണ്ട്. യത് ശബ്ദം നമുക്കറിയാം, അതൊരു സർവനാമമാണ്. യഹ് യൗ യേ യം യൗ യാൻ യേനയാഭ്യാം യൈ യസ്മിൻ യസ്മയ്യാഭ്യാം യേഭ്യഃ യസ്മാതിയാഭ്യാം യേഭ്യഃ യസ്യ യയോ യേഷാം യസ്മിൻ യയോ യേഷു. യാതൊന്ന് എന്നൊക്കെയുള്ള അർത്ഥം. ഇവിടെ നോക്കൂ, യസ്മിൻ യതോ യേന യസ്യ യസ്മൈ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കാം, യസ്മിൻ യാതൊന്നിൽ നിന്ന്. വിഭക്തിയുടെ അർത്ഥമൊക്കെ സാമാന്യമായിട്ട് അറിയാമായിരിക്കും. അതെന്ന് പ്രഥമയ്ക്ക്, ദ്വിതീയയ്ക്ക് അതിനെ, കൊണ്ട്, അതിനാൽ, അതിൽ നിന്ന്, ഇങ്ങനെയൊക്കെയാണ് വിഭക്തിയുടെ അർത്ഥം വരുന്നത്. ഇവിടെ യസ്മിൻ യാതൊന്നിൽ, യസ്യ യസ്യ യാതൊന്നിൻ്റെ, യതഃ യാതൊന്നിൽ നിന്ന്, യസ്മൈ ചതുർത്ഥി യാതൊന്നിനായിക്കൊണ്ട്, യേന തൃതീയ യാതൊന്നിനാൽ, യേന എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. യത് യാതൊന്ന്, യഹ യാതൊരുവൻ, അല്ലെ? യഹ പഠതി സ ജ്ഞാനി, ആരാണോ പഠിക്കുന്നത് അവൻ ജ്ഞാനി എന്നൊക്കെ പറയുന്നത് പോലെ യഹ യഥാ യാതൊരു വിധത്തിലാണോ എന്നൊക്കെ ഇത്രയും ശബ്ദങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് കുരുതേ കാര്യതേച്ച, യാതൊന്നിൽ നിന്നാണോ, യാതൊന്നിൻ്റെയാണോ, ഈ
കുരുതേ കാര്യത്തെ ച, കാരണമായതിനാൽ എല്ലാ കാര്യങ്ങളോടും അന്വയിക്കാൻ സാധിക്കും. ബ്രഹ്മം കാരണമായതിനാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളോടും അന്വയിക്കാൻ സാധിക്കും. അങ്ങനെ യാതൊന്നിൽ നിന്നാണോ യാതൊന്നിൻ്റെയാണോ ഈ ലോകത്തിലെ എല്ലാ പ്രവൃത്തികളെയും പറഞ്ഞുകൊണ്ട് ഇവിടെ അതിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്, അതിലൊക്കെ പ്രവൃത്തി ചെയ്യുന്നത് കുരുതേ കാര്യത്തെ, അത് ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത്, അതൊക്കെ ആരാണ്? പരമം കാരണം. ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ ഏകം അനന്യത്, ഏകമായ ബ്രഹ്മമായ ഹേതുവായ ഏതൊന്നാണോ അതിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ പ്രവൃത്തികളുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ, ലോകം നിലനിൽക്കുന്നത്, ലോകത്തെ വ്യാപിപ്പിക്കുന്നത് പരാവരേഷാം. വളരെ പരാവരം എന്നത് ബ്രഹ്മത്തിന്റെ നിർവചനമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. പരന്മാരുടെയും അവരന്മാരുടെയും, ശ്രേഷ്ഠന്മാരുടെയും ശ്രേഷ്ഠനല്ലാത്തവരുടെയും, ഉന്നതന്മാരുടെയും ഉന്നതങ്ങളിലും താഴ്ന്നതിലും, അതായത് എല്ലാത്തിലും, മുകളിലും താഴെയും അകത്തും പുറത്തും, ഇങ്ങനെയുള്ള നമ്മളെല്ലാ വ്യത്യാസങ്ങളും പറയില്ലേ, അതിലൊക്കെ നിലനിന്നിരുന്ന പരമകാരണമായ, പരമകാരണം എന്ന് പ്രസിദ്ധമായ ഒരു തത്വമുണ്ട്. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം ലയിക്കുന്നത്, ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്, ഏതൊരു തത്വമാണോ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നത്, അങ്ങനെ ഈ പ്രപഞ്ചത്തിനു മുഴുവൻ കാരണമായ ഒരു തത്വമുണ്ട്. ആ പരമമായ തത്വത്തെ, അത് ബ്രഹ്മമാണ്, അത് ഏകമാണ്, അത് രണ്ടാമതൊന്നില്ലാത്തതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ നമ്മുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്നു ഋഷി. കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. അത് നാം ഇത്രയും നേരം വ്യാഖ്യാനിച്ചതിന്റെ വിപുലീകരണം തന്നെയാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. യച്ഛക്തയോ വദതാം വാദിനാം വൈ വിവാദ സംവാദ ഭുവോ ഭവന്തി കുർവന്തി ചൈഷാം മുഹുരാത്മമോഹം തസ്മൈ നമോ അനന്തഗുണായ ഭൂമ്നേ. തസ്മൈ നമോ അനന്തഗുണായ ഭൂമ്നേ. നമ്മൾ ഇതൊരു പ്രാർത്ഥനയായതുകൊണ്ട് തസ്മൈ നമഃ, അങ്ങനെയുള്ള അനന്തഗുണങ്ങളോടുകൂടിയ ഭൂമ്നേ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന തസ്മൈ നമഃ. സംഖ്യന്മാർ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു, യോഗികൾ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു, ഐശേഷികന്മാർ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു, നൈയായികന്മാർ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു. ഭാരതത്തിന്റെ ദാർശനിക പദ്ധതികളൊക്കെ സാമ്പ്രദായികമായത്. ആധുനിക കാലത്തും ശാസ്ത്രം പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ തന്നെയാണ് തുനിയുന്നത്. ഈ പ്രപഞ്ചം എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ശാസ്ത്രകാരന്മാർ. അപ്പോ ആധുനികവും പൗരസ്ത്യവും പാശ്ചാത്യവും ആധുനികവും പൂർവികവുമായ ദർശനങ്ങളെല്ലാം വദതാം വാദിനാം, പറയുന്നതും വാദിക്കുന്നതും വിവാദ സംവാദ ഭുവഃ, വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? അവരുടെ മനസ്സിൽ യേഷാം ആത്മമോഹം കുർവന്തി, അവരുടെ മനസ്സിൽ ചിന്തയായും മോഹമായും ഒക്കെ ഇരിക്കുന്നത്, അവരൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, പരസ്പരം വിരുദ്ധമെന്ന് തോന്നുന്ന പലതരത്തിലുള്ള ചിന്തകൾ ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മസംബന്ധമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വാദവും ഈ വിവാദവും ഈ ചിന്തയും എല്ലാം ഒരേ ഒരു തത്വത്തെക്കുറിച്ചാണ്. പൂർവപക്ഷവും സിദ്ധാന്തവും ഒക്കെ, ഈ ഒരു വാദപ്രതിവാദങ്ങളും ഒക്കെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു തത്വത്തെക്കുറിച്ച് തന്നെയാണ്. അവരുടെ ഏഷാം ആത്മമോഹം കുർവന്തി, മനസ്സിന് മോഹമുണ്ടാക്കുന്നത്, മനസ്സിനെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്, വിവാദങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്, സംവാദങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതൊക്കെ ഈ തത്വം തന്നെയാണ്.
ആ വിവാദ സംവാദങ്ങളെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അസ്തീതി നാസ്തീതി ച വസ്തുനിഷ്ഠയോ ഏകസ്തയോർ ഭിന്ന വിരുദ്ധ ധർമ്മയോ അവേക്ഷിതം കിഞ്ചന യോഗ സാംഖ്യയോ സമം പരം ഹ്യനുകൂലം ബൃഹത്തത്. അസ്തീതി നാസ്തീതി പലതരത്തിലുള്ള പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന കാലങ്ങളായി നടക്കുന്ന ദർശനങ്ങളെക്കുറിച്ച്, ദർശനങ്ങൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച്, ദർശനങ്ങൾക്കിടയിലുള്ള സമന്വയങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാലങ്ങളേറെയായി ഭാരതത്തിന്റെ ദാർശനിക പദ്ധതി ആവിഷ്കരിച്ച കാലം മുതലേ ഈ പ്രപഞ്ച സത്യാന്വേഷണമാണ് ഭാരതീയന്റെ മുഖ്യമായ ലക്ഷ്യം. ഈ പ്രപഞ്ച സത്യാന്വേഷണത്തെ ഋഷിമാർ നടത്തി. ഭാരതത്തിലെ ഒരു പ്രത്യേകത, ഈ സത്യാന്വേഷണം നടത്തിയ ഋഷിമാർ കേവലം കുറെ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുകയല്ല ചെയ്തത്. അത് ഈ സത്യം എന്നൊന്നുണ്ടെന്നറിഞ്ഞാൽ അത് മനുഷ്യന്റെ വേദനകൾക്ക് എങ്ങനെ പരിഹാരം തരുമെന്ന് കൂടി ആലോചിച്ചു. ഇതൊരു ഭാരതീയമായ പദ്ധതിയുടെ വ്യത്യാസമാണ്. നമ്മൾ പല പാശ്ചാത്യ ഫിലോസഫീസും അല്ലെ, പാശ്ചാത്യ തത്വചിന്തകൾ പലതും നോക്കിയാൽ അതൊക്കെ നിരവധി സിദ്ധാന്തങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്, നിരവധി ചിന്തകളെ രൂപീകരിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടലിന്റെയും സോക്രട്ടീസിന്റെയും പിന്നീട് യൂറോപ്യൻ തത്വചിന്തകളിലേക്കും ഒക്കെ വന്നാൽ അനേകം സിദ്ധാന്തങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ആ ദാർശനികന്മാരുടെ ഫിലോസഫി എന്ന നിലയിൽ ചർച്ചകൾക്ക്, ബൗദ്ധിക വ്യായാമങ്ങൾക്ക്, അക്കാദമിക ചർച്ചകൾക്ക്, യൂണിവേഴ്സിറ്റി ചർച്ചകൾക്ക്, ഗവേഷകർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഗൗരവമായ അന്വേഷണങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പൗരസ്ത്യവും പാശ്ചാത്യവുമായ തത്വചിന്തകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പൗരസ്ത്യമായ തത്വചിന്തയുടെ ഒരു വലിയ പ്രത്യേകത, ഈ അന്വേഷണത്തെ മുഴുവനും, ഋഷി നടത്തിയ പ്രപഞ്ചം എന്താണ് എന്ന അന്വേഷണത്തെ മുഴുവനും ഭാരതീയ ആചാര്യന്മാർ ഒരു ജീവിത പദ്ധതിയായി കൂടി രൂപീകരിച്ചു. ഇതിനെ ഒരു ജീവിത ദർശനമായി രൂപീകരിച്ചു. ഇത് മനുഷ്യന്റെ ചുട്ടുനീറുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് തത്വചിന്ത എങ്ങനെ ഉപയുക്തമാക്കാം എന്നുകൂടി ആലോചിച്ചു. നമ്മളെ സംബന്ധിച്ച് ഫിലോസഫി കേവലം ഒരു ബൗദ്ധിക വ്യായാമമായിരുന്നില്ല, മറിച്ച് വേദാന്തം ഒരു വലിയ ഗൗരവമായ ഒരു തത്വചിന്തയാണ്. വേദാന്തം ആചാര്യന്മാരും ആധുനിക കാലത്താണെങ്കിൽ ചിന്തകരും ഗൗരവമായി ചർച്ച ചെയ്യുന്ന, തർക്കങ്ങളും വാദങ്ങളും വിവാദങ്ങളും നടക്കുന്ന ഒരു ദാർശനിക ഭൂമികയാണ്. പക്ഷെ നമുക്ക് വേദാന്തം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമാണ്. നമുക്ക് തോന്നുന്നുണ്ടോ വേദാന്തം സർവകലാശാലകളിൽ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന്? വേദാന്തം അക്കാദമിക ഗവേഷകർ മാത്രം പഠിക്കുന്ന ഒരു വിഷയമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? വേദാന്തം എൻ്റെ ജീവിതത്തിന് തെളിച്ചമുണ്ടാക്കിയ ഒരു തത്വചിന്തയാണ്. വേദാന്തം എൻ്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാക്കി തന്ന, വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്നതിന് പകരം ജീവിതത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് എന്നെ ബോധിപ്പിച്ചു തന്ന ഉണർവാണ് എനിക്ക് വേദാന്തം. അല്ലെങ്കിൽ ഞാൻ നിരാശയുടെ പടുകുഴിയിൽ പതിച്ചേനെ. ഞങ്ങളെപ്പോലെയുള്ളവർ ഒരുപക്ഷെ ഈ ക്ഷുഭിത യൗവനങ്ങളൊക്കെ ജീവിച്ച ഒരു കാലത്താണ് ഞങ്ങളുടെയൊക്കെ ക്യാമ്പസ് ഉണ്ടാകുന്നത്. നമ്മളൊരു ഇന്നത്തെ കേരളത്തിലെ, ഇന്നത്തെ എല്ലാം ഒരു 10 വർഷം മുമ്പത്തെ ആയാലും സാമാന്യമായി ഒരു സർവകലാശാല വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥി അവിടെ നിന്ന് പുറത്തു വരുന്നത് അനേക സംശയങ്ങളും കൊണ്ടായിരിക്കും. ആ സംശയങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, ആ സംശയങ്ങൾ നമ്മെ നിരാശയിലേക്ക് നയിക്കുന്ന സംശയങ്ങളായിരിക്കും. എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നത്? ഈ സർവകലാശാലകളിലെ പല പഠനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്കുള്ളിൽ ഉണ്ടാകുന്നത് വലിയ അസ്തിത്വ പ്രതിസന്ധികളായിരിക്കും. ജീവിതം എന്താണ് എന്ന്, ജീവിതത്തിന് ലക്ഷ്യമുണ്ടോ എന്ന്, ജീവിതത്തിനൊരു മുന്നോട്ടുള്ള പോക്കുണ്ടോ എന്നൊന്നും അറിയാതെ ജീവിതം എവിടെയാണെന്ന് എന്നെ എവിടെ ഞാൻ പ്ലേസ് ചെയ്യണം, ഞാൻ എന്നെ ഏത്
ഏത് ഉദ്ദേശത്തിൽ ഞാൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അസ്തിത്വമുണ്ടോ എന്ന് പോലും അറിയാത്ത അസ്തിത്വ പ്രതിസന്ധികളിൽ പെട്ട ഒരു യുവത്വം നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ അസ്തിത്വ പ്രതിസന്ധികളിൽ പെട്ട ചിന്തയുടെ ക്ഷുഭിത യുവത്വങ്ങളിൽ നിന്നും നമ്മെ കരകയറാൻ പ്രേരിപ്പിച്ചത് വേദാന്തം ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. വേദാന്തം പ്രകാശമാനമായ എൻ്റെ ജീവിതത്തിന് കരുത്തു നൽകുന്ന ഒരു ദർശനമാണ്. അത് സർവകലാശാലകളിലെ പഠനമുറികളിൽ മാത്രം ഉണ്ടാവേണ്ടതല്ല, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഊർജം തരേണ്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഇതാണ് ഭാരതീയ തത്വചിന്തയുടെ പ്രത്യേകത. അതിനെ ദാർശനിക സംവാദങ്ങളിൽ മാത്രം നിർത്തിയില്ല, അതിനെ മനുഷ്യന്റെ ജീവിതത്തിനു കരുത്തായ ഒരു ലൈഫ് ഫിലോസഫിയാക്കി വികസിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ അമ്മമാർക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും, ഒരു കർമ്മം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഫലമുണ്ട് കുഞ്ഞെ, അതാണ് നീ അനുഭവിക്കുന്നത്. ആ കർമ്മഫലം മാറണമെങ്കിൽ നീ നല്ല പ്രവൃത്തികൾ ചെയ്ത് ആ കർമ്മഫലത്തെ തിരുത്താൻ നിനക്ക് സാധിക്കണം എന്ന് നമ്മുടെ അമ്മമാർക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മുടെ മുത്തശ്ശി ഏത് പറഞ്ഞു തന്നത്? അവർ ഒരു വേദാന്ത ഫിലോസഫിയും പഠിച്ചിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞു തന്നത് ഇത് കുട്ടിക്കാലം മുതലേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഫിലോസഫി. ഇവിടെ ആചാര്യൻ പറയുന്നത് പലതരത്തിലുള്ള ബ്രഹ്മത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ച ജീവിതത്തെക്കുറിച്ച് യോഗ പൂർവപക്ഷ സിദ്ധാന്തങ്ങളിലൂടെ യോഗ സാഖ്യന്മാർ, ദാർശനികർ പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പരസ്പരം വിരുദ്ധമാണെന്ന് തോന്നാം. അതാണ് യോഗ സാഖ്യങ്ങളിൽ എന്താ, യോഗശാസ്ത്രത്തിൽ ഭഗവാനെ ഉപാസിക്കാനുള്ള മാർഗം പറയുമ്പോൾ ഭഗവാന് ശിരസ്, പാദം തുടങ്ങിയ അവയവങ്ങൾ കൽപ്പിച്ചുകൊണ്ട് സാകാരമായ ഒരു മൂർത്തിയായി പറയുന്നു. സാഖ്യശാസ്ത്രത്തിൽ പറയുമ്പോൾ ഇതൊന്നുമില്ലാത്ത അചക്ഷുഹു, അപ്രാണഹ, അപാണിഹി, കണ്ണുകളോ കാതുകളോ ഒന്നുമില്ല എന്നുള്ള നിർഗുണമായ രൂപം പറയുന്നു. ഇതൊക്കെ തമ്മിൽ പരസ്പരം കോൺട്രഡിക്റ്ററി അല്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ പറയുന്നു ഇതൊന്നും പരസ്പര വിരോധമല്ല, ഇവയ്ക്കൊക്കെ പരമമായ ഒരു തത്വത്തെക്കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ഇതിനൊക്കെ അന്തർധാരയായ ഒരു പരമതത്വത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അവരുടെ വാദഗതികളിൽ വ്യത്യാസമുണ്ടാകാം. ബ്രഹ്മസൂത്രത്തിന്റെ ഒരു അധ്യായം മുഴുവനും ആചാര്യ ഭഗവത്പാദർ ഭാഷ്യം എഴുതിയത്, ആ അധ്യായത്തിന് പേരിട്ടത്, ആദ്യത്തെ അധ്യായത്തിന് 4 അധ്യായങ്ങളാണ് ബ്രഹ്മസൂത്രത്തിൽ. ആദ്യത്തെ അധ്യായത്തിന് പേരിട്ടത് സമന്വയാധ്യായം എന്നായിരുന്നു. അനേക ഉപനിഷദ് വാക്യങ്ങൾ ഒരൊറ്റ തത്വത്തെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് ഉപനിഷദ് വാക്യങ്ങളെ, പരസ്പരം വിരുദ്ധമെന്ന് തോന്നാവുന്ന ഉപനിഷദ് വാക്യങ്ങളെ ഒരാശയത്തിലേക്ക് സമന്വയിക്കുക, ബ്രഹ്മതത്വത്തിലേക്ക് സമന്വയിക്കുക എന്ന സമന്വയാധ്യായം. 2ാമത്തെ അധ്യായത്തിലാണ് ആചാര്യസ്വാമികളുടെ ഒരു ബ്രില്യൻസ്, നമുക്ക് എല്ലാത്തിലും ഉണ്ട്, പക്ഷേ ആചാര്യസ്വാമികളുടെ ഒരു ബ്രില്യൻസ് നമുക്ക് പ്രകടമാകുന്നത് വിരോധപരിഹാരം എന്ന 2ാമത്തെ അധ്യായത്തിലാണ്. അവിരോധാധ്യായമെന്നും വിരോധപരിഹാരാധ്യായമെന്നും പറയും. അവിടെ ഇത്തരത്തിൽ എതിർവാദികളുടെ വിവാദങ്ങളെ മുഴുവനും എടുത്തുകൊണ്ട് ഏകമായ ബ്രഹ്മത്തെക്കുറിച്ച് മറ്റു ദാർശനികർക്കിടയിൽ നടക്കുന്ന എല്ലാ സംവാദങ്ങളെയും ഓരോന്നിനെയായി അഡ്രസ് ചെയ്തുകൊണ്ട് ആചാര്യസ്വാമികൾ അവയെയൊക്കെ ഒരു വലിയ ഇടങ്ങഴിയിൽ ചെറിയ ചെറിയ നാഴികളൊക്കെ കൊള്ളില്ലേ, അതുപോലെ വേദാന്തമെന്ന വലിയ ഒരിടത്തേക്ക് ഈ ചിന്തകളെ ഓരോന്നിനെ കൊണ്ടുവന്ന് വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തുള്ള സമന്വയത്തെ സ്ഥാപിക്കുകയാണ് ആചാര്യസ്വാമികൾ അവിരോധാധ്യായത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ സാധനയാണ്. 3ാമത്തെ അധ്യായം സാധനയാണ്, 4ാമത്തെ അധ്യായം ഫലമാണ്. അങ്ങനെയാണ് ബ്രഹ്മസൂത്രത്തിന്റെ ആശയങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ബ്രഹ്മസൂത്രമാണ് ഭാരതത്തിന്റെ ദാർശനിക ഭൂമികയിൽ ഈ പൂർവപക്ഷങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു ദർശനം ബ്രഹ്മസൂത്രമായിരുന്നു. ഇവിടെ ആചാര്യന്മാർ പറയുന്നത് സാഖ്യന്മാർ പലതു പറയുന്നു, യോഗദർശനങ്ങൾ പലതു പറയുന്നു എന്ന വിവാദ സംവാദങ്ങൾ ഭക്തന്റെ മനസ്സിലുണ്ടാകേണ്ട കാര്യമില്ല. കാരണം അതിനൊക്കെ അതീതമായ, ഇവരൊക്കെ അന്വേഷിക്കുന്നത് എന്താ? രാമകൃഷ്ണൻ പറയില്ലേ, വെള്ളത്തെ വാട്ടർ എന്ന് വിളിക്കാം, തണ്ണി എന്ന് വിളിക്കാം,
പാനി എന്ന് വിളിക്കാം. ഈ ജലാശയത്തിലേക്ക് ആ വഴി വരാം, ഈ വഴി വരാം, ചിലർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളഞ്ഞ വഴി വരാം. നമ്മൾ എപ്പോഴും എന്താലോചിക്കും, ഇന്ന് നൈമിഷാരണ്യത്തിലേക്ക് ഒരു സത്സംഗം കേൾക്കാൻ വരണം, ഇവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടേക്കുക, അത് കൂടെ വന്നാൽ വേഗം എത്താം. എളുപ്പമുള്ള മാർഗം, അനേക മാർഗങ്ങളുണ്ട് ഇവിടെ എത്താൻ. പക്ഷേ എല്ലാം ലക്ഷ്യമാക്കുന്നത് ഇവിടെ എത്തുക എന്നത് മാത്രമാണ്. പാനി എന്ന് വിളിച്ചാലും തണ്ണി എന്ന് വിളിച്ചാലും ജലം എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും അതിൻ്റെ ഉദ്ദേശം ഒന്നു മാത്രമാണ്. അപ്പൊ വിവാദ സംവാദങ്ങൾക്ക് അതീതമായ ആത്മബോധം എൻ്റെ ഉള്ളിൽ ഉറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവതാര സ്വരൂപം പറയുന്നു. യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാനനന്തഃ നാമാനി രൂപാണി ച ജന്മകർമ്മഭിർ ഭജേ സമഹ്യം പരമഃ പ്രസീദതു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നു, യഹ അനന്തഃ ഭഗവാൻ, യാതൊരുവിധ പരിമിതികളുമില്ലാത്ത അനന്തസ്വരൂപനായ ഇൻഫിനിറ്റിയാണ് ഭഗവാന്റെ ലക്ഷ്യം. എവിടെയെങ്കിലും ഒന്ന് പരിമിതപ്പെടുത്തിയാൽ അത് ലിമിറ്റഡ് ആകുന്നു. അനന്തനാണ് ഭഗവാൻ, അനാമരൂപമാണ് ഭഗവാൻ. പക്ഷെ എല്ലാ നാമങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ എല്ലാ നാമങ്ങളും വൈദ്യുതിക്ക് സ്വന്തമായി നിറമോ രൂപമോ മണമോ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ അത് ഫ്രിഡ്ജിൽ തണുപ്പായും, അല്ലെ, ഇവിടെ കാറ്റായും, അവിടെ വെളിച്ചമായും, ഇവിടെ ശബ്ദമായും ഒക്കെ വ്യത്യസ്ത രൂപത്തിൽ അതിന് മാറാൻ സാധിക്കുന്നത് സ്വന്തമായ നാമരൂപ ഗുണങ്ങളില്ലാത്തത് കൊണ്ടല്ലേ. അതുപോലെ നാമരൂപ ഗുണങ്ങൾക്കതീതനായ അനന്തനായ അപരിമിതനായ അപരിച്ഛിന്നനായ ഒരു തത്വം ഭജിക്കുന്നവർക്ക്, അപരിമിതമായ അപരിച്ഛിന്നനായ യാതൊരു നാമങ്ങളുമില്ലാത്ത ഭഗവാൻ സ്വപാദമൂലത്തെ ആശ്രയിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ അവതാര സ്വരൂപങ്ങളായി, എന്നെ നിനക്കറിയണമെങ്കിൽ നീ ഈ വഴി വന്നോളൂ, ഇതിലൂടെ പതുക്കെ 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 സഞ്ചരിച്ചാൽ, അല്ലെ, രാമകൃഷ്ണദേവൻ വിവേകാനന്ദനോട് പറഞ്ഞില്ലേ, നിന്റെ വിവേകമാകുന്ന ഖഡ്ഗം കൊണ്ട് നീ എന്നെ മുറിക്കൂ. എന്നാൽ കാളി പറഞ്ഞു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെ, രൂപത്തിൽ നിന്നും അരൂപമായ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാം. ആ വിവേകമുണ്ടാവുന്നത് വരെ നാം ആ പാദമൂലത്തിൽ നിന്നും വിടാതിരിക്കുക. അങ്ങനെ അനേക രൂപങ്ങളുള്ള, അനേക ഭാവങ്ങളുള്ള ഭഗവത് തത്വത്തെ, പാദമൂലത്തെ ഭജിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ കൃഷ്ണനായും ശിവനായും ഒക്കെ അനേക ലീലകൾ കാണിച്ചു തരുന്നു. പക്ഷേ മറക്കാതിരിക്കുക, ഇതല്ല ഭഗവാൻ, ഇത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. ഗ്ലോബ് ടീച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിക്കും, 5ാം ക്ലാസ്സിലൊക്കെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക, അല്ലെ? അതാണോ ഭൂമി? അല്ല, ഭൂമി എത്രയോ വലുതാ. പക്ഷേ എനിക്ക് പണ്ടുള്ള സ്ഥിരം സ്വഭാവമായിരുന്നു ഈ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ പോവാ, ഇവിടുന്ന് ഇങ്ങനെ ഗ്ലോബ് കാണലൊരു ഭയങ്കര, അത് ഇപ്പോഴും ഉണ്ട് നമുക്കൊക്കെ, അല്ലെ? ഗ്ലോബ് കാണലൊരു വലിയ കൗതുകമാണ് നമുക്ക്. അത് ഭൂമി അല്ലെന്ന് നമുക്കറിയാം. അതിൽ നിന്നും നമ്മൾ വിശാലമായ ഭൂമിയിലേക്ക് നാം മനസ്സിനെ പരിവർത്തിപ്പിക്കണം. അപ്പൊ 5ാം ക്ലാസ്സുകാരന്റെ മുമ്പിൽ അതാണ് ഭൂമി, ആ ഉരുണ്ടിരിക്കുന്ന ആ ഇതുള്ള സാധനമാണ് ഭൂമി. പക്ഷെ അത് ഭൂമിയല്ലെന്ന് നമ്മുടെ വിവേകം വളർന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ രൂപങ്ങളായി പരിമിതപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഉപാസനകളും, നിങ്ങൾ ജപിക്കുന്ന മന്ത്രം വിഡ്ഢിക്കുഷ്മാണ്ഡം എന്നുള്ള മന്ത്രമായിക്കോട്ടെ, അതും ലക്ഷ്യം ശരിയാണെങ്കിൽ നിങ്ങളെ ആ തലത്തിലേക്ക് എത്തിക്കും. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. യ പ്രാകൃതൈർ ജ്ഞാനപഥൈർ ജനാനാം യഥാശയം ദേഹഗതോ വിഭാതി
യഥാനില പാർത്ഥിവമാശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുതാം മനോരഥം. എൻ്റെ മനോരഥങ്ങളെ ആ ഈശ്വരൻ യാഥാർത്ഥ്യമാക്കി തീർക്കണേ. ഇതൊരു വലിയ പ്രാർത്ഥനയാണ്. ഞാൻ സങ്കല്പിക്കുന്നതിനെ, ഞാൻ ഭാവന ചെയ്യുന്ന ലക്ഷ്യങ്ങളെ ഈ പ്രകൃതി സഫലമാക്കി തീർക്കട്ടെ. ഏതൊരുവനാണോ പ്രാകൃതൈഹി, അതായത് നമ്മളുടെ പ്രകൃതിജന്യങ്ങളായ ആരാധനകൾ, നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ ആരാധനാ പദ്ധതികൾ ഉണ്ടാകും. നമ്മുടെ കുടുംബ ക്ഷേത്രങ്ങൾ ഉണ്ടാകും, കുടുംബ പരദേവതകൾ ഉണ്ടാകും, കുടുംബ വിശ്വാസങ്ങൾ ഉണ്ടാകും, കുടുംബത്തിന്റെ ധർമ്മബോധം ഉണ്ടാകും. അതൊന്നും ഞാൻ വേദാന്തിയാണ് എന്നതിന് തടസ്സമല്ല. ഞാൻ ആത്യന്തികമായി വേദാന്തിയും ഞാൻ പ്രായോഗികനായി ഭക്തനുമാണ്. അല്ലെ, പണ്ട് MT വാസുദേവൻ നായർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്, ഞാൻ ഈശ്വരനെ നിഷേധിക്കും, പക്ഷെ ഞാൻ മുക്കോലക്കൽ ഭഗവതിയെ നിഷേധിക്കില്ല. ഇതന്നെ ഞാൻ KR ഗൗരിയമ്മയുടെ വാക്കായിട്ടും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈശ്വരനില്ലെന്ന് പറയും, പക്ഷെ വടക്കനപ്പനില്ല എന്ന് ഞാൻ പറയില്ല എന്ന്. തുറവൂർ ഭഗവാൻ നരസിംഹമൂർത്തി. അപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന നമ്മുടെ കുടുംബമായി, നമ്മുടെ പാരമ്പര്യമായി, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഈശ്വരഭാവങ്ങളുണ്ട്. അതൊന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ്, ചൈതന്യമാണ് സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഇതൊക്കെ ചേർത്ത് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് വേദാന്തം നൽകുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഇതൊരു വലിയ ഇടങ്ങഴിയാണ്, ഇത് സർവാശ്ലേഷിയാണ്. ഇവിടേക്ക് എന്തിനും സ്വാതന്ത്ര്യം. നമുക്ക് ക്രിസ്തുമതത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേദാന്തം പഠിച്ചാലാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നു തന്നെയാണ് എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞത് നമുക്ക് ശരിയായി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് വേദാന്ത ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോ വേദാന്തം ദർശനങ്ങളുടെ ശാസ്ത്രമാണ്. അതിൽ എല്ലാ ആശയങ്ങളെയും സമീകരിക്കുന്നതിനുള്ള ദാർശനിക കരുത്ത് വേദാന്തത്തിനുണ്ട്. അതുകൊണ്ട് നാം പ്രകൃതിജന്യങ്ങളായ നമ്മുടെ ആരാധനകളും സമ്പ്രദായങ്ങളും ഒക്കെ സത്യമുള്ളതാണെങ്കിൽ, നന്മയുള്ളതാണെങ്കിൽ, അതൊരാളെ നശിപ്പിക്കാനുള്ളതല്ലെങ്കിൽ, അത് സമൂഹത്തിന് ഉപയോഗപ്പെടണം എന്ന ആഗ്രഹമുള്ളതാണെങ്കിൽ, ധർമ്മബോധം ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ ആചാരങ്ങളെയൊക്കെ ഒന്നും നിഷേധിക്കേണ്ടതില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം വച്ചതിന് ശേഷം അമ്മമാർ ചെയ്യുന്ന കുറച്ച് ചോറ് ആദ്യം എടുത്ത് കാക്കയ്ക്ക് കൊടുക്കുന്നു, ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നു. നമ്മുടെ ഇതുപോലെ നമ്മൾ പിന്തുടർന്നു വന്ന എല്ലാ ആചാരങ്ങളും ആരാധനകളും, അതാണ് പ്രാകൃതങ്ങളായ ആചാരങ്ങൾ, ജ്ഞാനമാർഗങ്ങൾ. ഇതൊക്കെ ജനങ്ങളുടെ അഭിപ്രായാനുസരണം പല രീതിയിലുള്ള ആചാരങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. പക്ഷേ ഈ സങ്കല്പങ്ങളൊക്കെ ഏതൊരു ദേവതാസ്വരൂപമാണോ അയാളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത്. അല്ലെ, ഭാവഗ്രാഹിയാണ് ജനാർദ്ദനൻ. നമ്മൾ എന്ത് വിളിച്ചാലും, വ്യാകരണം തെറ്റി നമ്മൾ ചിലപ്പോൾ വിളിക്കും. വിഷ്ണവേ നമ എന്നാണ് ശരിയായ വ്യാകരണം. പക്ഷെ നമ്മൾ അറിയാതെ വിഷ്ണായ നമ എന്ന് വിളിക്കും. കശ്ചിത് വദതി വിഷ്ണായ, കശ്ചിത് വദതി വിഷ്ണവേ. സംസ്കൃത ഭാഷയിൽ അഭിമാനിക്കുന്നവരോടൊക്കെ ഉള്ള വലിയൊരു താക്കീതാണ്. വ്യാകരണത്തിനും അപ്പുറത്താണ് ഞാൻ. ഭാഷ അറിയില്ല എനിക്ക്, വ്യാകരണം അറിയില്ല എനിക്ക്, പക്ഷേ ഭാവമുണ്ട് എനിക്ക്. കശ്ചിത് വദതി വിഷ്ണായ, കശ്ചിത് വദതി വിഷ്ണവേ, ഉഭയോരന്തരം നാസ്തി. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല ചിലപ്പോൾ, വ്യാകരണം പരീക്ഷയ്ക്ക് തോറ്റു, പക്ഷെ ജീവിതത്തിന്റെ വ്യാകരണ പരീക്ഷയിൽ നമ്മൾ ജയിക്കും. കാരണം ഉഭയോരന്തരം നാസ്തി, ഭാവഗ്രാഹി ജനാർദ്ദന. ആ ജനാർദ്ദനൻ എന്താണെന്നറിയോ സ്വീകരിക്കുന്നത്? ഭാവമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ ആചാരങ്ങളും പദ്ധതികളുമൊക്കെ വിശാലമായ അർത്ഥത്തിൽ ഭാവം ശുദ്ധമാണെങ്കിൽ ആ സങ്കല്പം യാഥാർത്ഥമായി തീരും. അപ്പോൾ എൻ്റെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ഹംസഗുഹ്യം അവസാനിക്കുന്നത്. നമുക്കൊന്നേ ചിന്തിക്കാനുള്ളൂ, എന്തായിരിക്കണം
എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ സത്യമാവാൻ, എൻ്റെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പ്രകൃതി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അല്ലെ, നമ്മളിട്ട സങ്കല്പങ്ങളില്ലേ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് വലിയ പ്രത്യക്ഷാനുഭവം ഉള്ളതാണത്. നമ്മൾ അറിയാതെ മനസ്സിലിട്ട വലിയ ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും, പക്ഷേ പ്രകൃതി ഓർത്തിരിക്കും. കൃത്യമായ സമയത്ത് ആവശ്യമായ ഇടത്ത് പ്രകൃതി നമുക്ക് ആ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവന്ന് തരും. നീ എന്നോട് അന്ന് ചോദിച്ചില്ലേ, അതാ നിന്റെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതിയോടൊരു പ്രാർത്ഥന സമർപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ആ പ്രാർത്ഥനയുടെ പിന്നാലെ പോയില്ലെങ്കിലും ആ പ്രാർത്ഥനയിൽ ഒരു സത്യമുണ്ടെങ്കിൽ അത് കാലം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു തരും. ഈ സത്യത്തിൽ വിശ്വസിച്ചാൽ, ഈ ഈശ്വരനിൽ വിശ്വസിച്ചാൽ നമ്മളുടെ ചിന്ത പോലും നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കല്പങ്ങളെ സത്യമാക്കി തീർക്കണേ. നന്നായി സങ്കല്പിക്കുവാൻ, ഉന്നതമായി സങ്കല്പിക്കുവാൻ ഒട്ടും കുറച്ച് ചോദിക്കരുത്. ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായത് ചോദിക്കൂ. ആത്മജ്ഞാനത്തിൽ കുറവൊന്നും ചോദിക്കരുത്. കാരണം അത് സത്യമാക്കി തന്നാൽ കാലം അതിനെ ഇട്ട് രൂപപ്പെടുത്തി 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 ഏറ്റവും നല്ലതിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരും. നമ്മൾ സെലക്ട് ചെയ്താൽ ചിലപ്പോ അത് പാഴായിപ്പോവും. പക്ഷെ കാലം തിരഞ്ഞെടുത്ത് നമുക്ക് തരുന്ന ചിലതുണ്ട്. അത് ഞാൻ 100% അനുഭവത്തിൽ പറയാണ്. എൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ തെറ്റിയിട്ടുണ്ട്. പക്ഷെ പ്രകൃതി എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ ആനന്ദം തന്നിട്ടുള്ളത്. ചെറിയ അനുഭവമേ ഉള്ളൂ, എനിക്ക് വളരെ കുറച്ചു കാലം ജീവിച്ച അനുഭവമേ ഉള്ളൂ. അപ്പൊ നിങ്ങളെപ്പോലെയുള്ള വലിയ ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് എത്ര ഇക്കാര്യത്തിൽ ഉറപ്പ് തരാൻ സാധിക്കും? അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ ഉറപ്പ് കൊടുക്കണം. നിന്റെ സങ്കല്പങ്ങൾ പ്രപഞ്ചം നടത്തിത്തരും. അതുകൊണ്ട് നിന്റെ സങ്കല്പങ്ങൾ ഉന്നതമാവണം, നിന്റെ സങ്കല്പങ്ങൾ വലുതാവണം, നിന്റെ സങ്കല്പങ്ങൾ ഈ ലോകത്തിന് പ്രയോജനമുള്ളതാകണം എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കണം. ഈ ഉറപ്പാണ് വിശ്വാസം, ഈ ഉറപ്പാണ് ഭക്തി, ഈ ഉറപ്പാണ് ഈശ്വരൻ. എന്തായാലും ഈ ഒരു 2 ക്ലാസ്സുകളിലെ മനനം നമുക്ക് ഒരു ദൃഢമായ ആത്മവിശ്വാസം തരാൻ, അതല്ലെങ്കിൽ പിന്നെ വേദാന്തം പഠിച്ചിട്ടൊരു കാര്യമില്ല നമുക്ക്. ഇവിടുന്ന് ആത്മവിശ്വാസമാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലുത്. മാഷുച എന്ന് പറഞ്ഞ പാരമ്പര്യമാണ്. കരയാനുള്ളതല്ല ജീവിതം, ആനന്ദത്തോടെ മുന്നേറാനുള്ളതാണ് ജീവിതം. അമൃതസ്യ പുത്ര എന്ന് ഋഷി വിളിച്ചത് ഒരിക്കലും വെറുതെയല്ല എന്ന് ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാധനാ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഗുരുജനങ്ങളുടെയും പ്രത്യേകിച്ചും എല്ലാ അമ്മമാരുടെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ആദരവോടെ പ്രണാമങ്ങൾ. നമസ്കാരം.